Jesus. आशीषित अच्छा सुबह का समय के लिए सर्वशक्तिमान परमेश्वर को मैं धन्यवाद करना चाहता हूँ और ये तमाम लोगों को यीशु के पवित्र नाम में स्वागत कर रहा हूँ. വന്ന ഓരോ വ്യക്തികളെ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. आशीषित दिन प्रभु ने अपने जीवन में दिया. ഒരു അനുഗ്രഹപ്പെട്ട ദിവസം ദൈവം നമുക്ക് നൽകി. A wonderful blessed morning time. ഒരു അനുഗ്രഹപ്പെട്ട ദിവസം. നമ്മളെക്കാട്ടിലും നല്ലവർ മിടുക്കന്മാർ പലർക്ക് ഇങ്ങനെ ഒരു പ്രഭാതം ലഭിച്ചില്ല. हमसे भी सामर्थ्यशाली, हमसे भी लायक जो लोग हैं उन्हें इस प्रकार के सवेरा नहीं मिला. സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിപ്പാനുള്ള അവസരം ഭാഗ്യം ലഭിച്ചില്ല. सच्चाई में और आत्मा में परमेश्वर को आराधना करने का अवसर बहुत सारे लोगों को नहीं मिला. ഇതിൽ കൂടുതൽ വലിയ ഭാഗ്യമില്ല കേട്ടോ. आमीन. इससे बढ़कर कोई सौभाग्य नहीं है. ലോകത്തിലുള്ള സകല ഹല്ലേലൂയ ഭാഗ്യങ്ങളെക്കാട്ടിലും വലിയ ഭാഗ്യമാണ് आमीन. സത്യത്തെ അറിവാൻ സത്യത്തെ പിൻപറ്റുവാൻ കിട്ടിയ ഭാഗ്യം. कि दुनिया का सबसे बड़ा अवसर ये है, सबसे बड़ा आशीष ये है कि जो सच्चाई का जाने और सच्चाई का पीछा करे. ഹല്ലേലൂയ. നമ്മൾ മലയാളത്തിൽ പാടാറില്ലേ, ഇത്ര നല്ലവനാം പ്രിയനെ ഇത്തരയിൽ രുചിച്ചറിവാൻ. हम मलयालम में इस प्रकार गीत गाते हैं, कितना प्रिय है वो उसको चख के जानने के लिए. ഹല്ലേലൂയ. നമുക്കിടയായി തീർന്നു, അത് എത്ര വലിയ ഭാഗ്യമാണ്. हमें वो मौका मिला, उसके लिए कितना सौभाग्य है. കർത്താവിനെ പിൻപറ്റുവാനും സേവിക്കുവാനും നമുക്കിടയായി തീർന്നു, അത് എത്ര വലിയ ഭാഗ്യമാണ്. परमेश्वर को जानने के लिए, उसका पीछे करने के लिए हमें जो मौका मिला वो कितना बड़ा सौभाग्य है. ഒരു പ്രാവശ്യം കൂടെ എല്ലാ വാത്സല്യമുള്ള ദൈവങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. और एक बार हर एक प्रियों को स्वागत करते हैं. ഇന്ന് രാവിലെ ദൈവം എന്നോട് ഒന്ന് തൊട്ടിടപെട്ട ഒരു വാക്യമാണ് ഞാൻ 40ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചത്. आज जो सुबह परमेश्वर ने जो पासवान से बात है कि उस वचन संहिता से पासवान आज सुबह पढ़ा है. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. ഹല്ലേലൂയ. प्रभु तूने किया हुआ काम और तू हमारे बारे में सोचते हो बहुत बड़ा है. ദൈവങ്ങളെ, എത്രയോ നന്മകൾ, എത്രയോ പ്രവൃത്തികൾ ദൈവത്തിൻ്റെത് നാം കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ. हम परमेश्वर कितने सारे कार्य हम अपने जीवन में देखते हैं. ഹല്ലേലൂയ. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്കുണ്ട്. जीवन में समस्या और चुनौती है हमें. ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ദൈവത്തിന്റെ മഹത്വം കാണാനുള്ള ഒരു അവസരമാണ് പ്രിയമുള്ളവർ. वो सारे समस्या, सारे चुनौती परमेश्वर की महिमा देखने का अवसर है. അതുകൊണ്ടാണ് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നത്. इसके लिए बोलते ना कि धार्मियों को है बहुत सारी चुनौती रहते हैं. 34 എന്താ എഴുതിയത്? वचन संहिता 34 में क्या लिखा है? നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. धार्मिक को बहुत सारी चुनौती है. എണ്ണാൻ പറ്റാത്തതുപോലെ പ്രശ്നങ്ങൾ അവന്. नहीं गिन सकते उतना समस्या है. എന്തുകൊണ്ടാണെന്നറിയാമോ? क्यों पता है? എണ്ണിക്കൂടാത്തവണ്ണം, എണ്ണാൻ കഴിയാത്തവണ്ണം क्यों अनगिनत ദൈവത്തിന്റെ പ്രവൃത്തിയാ. कि परमेश्वर कार्य है. ഒരു അനർത്ഥത്തിന് ഒരു ദൈവ പ്രവൃത്തി, कि एक बुराई के लिए एक परमेश्वर ഒരു कार्य, തടസ്സത്തിന് ഒരു ദൈവ പ്രവൃത്തി. एक रुकावट के लिए परमेश्वर का അപ്പൊ कार्य. തടസ്സം കുറവാണെങ്കിൽ अगर रुकावट कम है ദൈവ പ്രവൃത്തി കാണുന്നതിന്റെ എണ്ണവും കുറയും. तो परमेश्वर कार्य को देखना भी कम होगा. തടസ്സം കൂടുന്നതനുസരിച്ച്, जितना रुकावट ज्यादा होगा, പ്രശ്നങ്ങൾ കൂടുന്നതനുസരിച്ച് जितना समस्या बढ़ेगा, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണും. परमेश्वर कार्य भी हमारे जीवन में देखेंगे. അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. वो है विश्वासी का जीवन. കർത്താവിനെ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യാം, परमेश्वर को बहुत विश्वास करें, കർത്താവിനെ നന്നായിട്ട് വിശ്വസിക്കാം. परमेश्वर को काफी विश्वास करें. ജീവിതത്തിലെ ആ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുടെ നടുവിലൊക്കെ ദൈവത്തിന്റെ ഒരു മഹത്വം ദൈവം വെച്ചിട്ടുണ്ട്. तेरे जीवन के हर एक चुनौतियों में परमेश्वर ने उत्तर रखा है. എന്താ പറയുന്നത്? क्या कहता है? ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ, हमारे लिए जो तेरी सोच है. യേശു കർത്താവ് പറഞ്ഞു വിചാരപ്പെടരുതെന്ന്. यीशु मसीह ने बोला व्याकुल मत हो. എന്തുകൊണ്ട് വിചാരപ്പെടരുത്? क्यों व्याकुल नहीं होना है? നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ വിചാരപ്പെടരുത്. क्यों तेरे स्वर्गीय पिता तेरे लिए चिंता रखता है, इसलिए तुझे चिंता नहीं करना है. മാനുഷിക പിതാവ് നമുക്ക് വേണ്ടി കരുതുന്നുണ്ടെങ്കിൽ, अगर इंसानी पिता हमारे लिए अगर संभालता है നമുക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ? तो हमें दुख उठाने की जरूरत नहीं, ഒരിക്കലും ഇല്ല. कभी नहीं. പിതാവ് കരുതും. क्यों पिता संभाल रहा है. എത്രയധികമായിട്ട് നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. आमीन. हाल उससे भी कितना श्रेष्ठ अपने स्वर्गीय पिता हमारे लिए संभालेगा. അതുകൊണ്ട് വിചാരപ്പെടേണ്ട. इसके लिए व्याकुल मत हो. അതുകൊണ്ടാണ് പത്രോസ് എഴുതിയത്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും
അവന്റെ മേലിട്ടുകൊള്ളുവീൻ. इसके लिए पत्रोस इस प्रकार लिखा है कि वो तुम्हारे ख्याल रखते, इसके लिए सारे बोझ उस पे डाल നമ്മുടെ दो. കർത്താവ് കരുതുന്ന കർത്താവ്. आमीन. हमारा परमेश्वर प्रबंध ഒരു करने वाला അപ്പൻ है. മക്കൾക്ക് വേണ്ടി കരുതുന്നത് പോലെ एक पिता बच्चों के लिए इस प्रकार प्रबंध करता है. തന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന കർത്താവ്. अपने बच्चों के लिए प्रबंध करने वाला परमेश्वर. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നതാ. कि वचन में हम सब देखते हैं. ഒത്തിരി ഇടങ്ങളിൽ ഒത്തിരി ദൈവ മക്കളുടെ ജീവിതത്തിൽ നമ്മൾ അത് കാണുന്നു. बहुत सारे जगह पे बहुत सारे परमेश्वर के बच्चों के जीवन में हम देखते हैं. ദൈവത്തിന്റെ പ്രൊവിഷൻ നമ്മൾ കാണുന്നു. परमेश्वर का संभालना हम देखते हैं. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ हम सब जन्म होने से पहले നമുക്ക് വേണ്ടിയുള്ള കരുതൽ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. हमारे लिए जो प्रबंध है परमेश्वर ने रखा है. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, माँ के कोख में जन्म होने से पहले, ലോക സ്ഥാപനത്തിന് മുമ്പേ आमीन, दुनिया के स्थापन से पहले അവൻ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. उसने हमारे लिए प्रबंध किया है. നിങ്ങൾക്കറിയാമോ, क्या आपको पता है മനുഷ്യവർഗത്തിന്റെ രക്ഷ ദൈവം കരുതി വെച്ചത് कि इंसान का उद्धार जो परमेश्वर ने रखा था ലോക സ്ഥാപനത്തിന് മുമ്പെയാ. कि पृथ्वी का स्थापन से पहले था. അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്. ऐसा वचन कहता है. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, रेवलेशन कहता है, प्रकाशित वाक्यों में इसे लिखा है, इस जो हालेलुया संसार का स्थापना से पहले, ലോക സ്ഥാപനത്തിന് മുമ്പ്, ഹല്ലേലൂയ, ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാട്. कि स्थापना संसार का स्थापना से पहले ही काटा हुआ मेमना. യേശു കർത്താവിനെ പിതാവ് മാറ്റിവെച്ചത് എപ്പോഴാണ്? यीशु मसीह को पिता ने कभी अलग करके रखा? ലോക സ്ഥാപനത്തിന് മുമ്പാ. दुनिया का स्थापना से पहले. ഏദനിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പെട്ടെന്നുണ്ടാക്കിയ ഒരു തീരുമാനം സംവിധാനമായിരുന്നില്ല പുത്രനെ ബലിയായി നൽകുക എന്നുള്ളത്. जब एदन की वाटिका में जब पाप किया तब जाके एक झटके में बनाया हुआ निर्णय नहीं था कि बेटे को पुत्र को देगा. മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പേ, इंसान पाप करने से पहले, മനുഷ്യന്റെ സൃഷ്ടിക്ക് മുമ്പേ, इंसान को सृष्टि करने से ഭൂമിയെ पहले, ഉണ്ടാക്കുന്നതിന് മുമ്പേ, कि पृथ्वी बनाने से पहले, ലോക സ്ഥാപനത്തിന് മുമ്പേ കരുതി വെച്ച കുഞ്ഞാട്. कि स्थापना दुनिया संसार की स्थापना से पहले संभाला हुआ मेमना. ഹല്ലേലൂയ. അബ്രഹാം ആ വെളിപ്പാട് പ്രാപിച്ചത് अब्राहम ने वो प्रकाशन पाया മൊറിയാമലയിൽ വെച്ച मोरिया के पहाड़ी पे था. തന്റെ മകനെ യാഗം കഴിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ वो अपने बेटे को जब बलि देने गया, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞില്ല, മോനെ നീയാണ് യാഗവസ്തു എന്ന്. जब घर से निकला तो कहा नहीं बेटा तू है जो बलि का वस्तु. ദൂരം യാത്ര ചെയ്തിട്ട് ആരോടും ഇത് പറഞ്ഞില്ല. काफी दूर सफर करने के बावजूद किसी को नहीं कहा. ഓരോ ചുവടും വെച്ചത്. हर एक कदम रखा. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. ആ വചനത്തിന് മേൽ ഞാൻ ഒരു പ്രത്യേക ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. उस वचन पे परमेश्वर सानिध्य अनुभव कर रहे हैं. ചിലരോട് ദൈവാത്മാ പറയുകയാണ്. कुछ लोगों से परमेश्वर की आत्मा कहता है. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനായ പുത്രനെ, അല്ലെങ്കിൽ നിന്റെ ഇസഹാക്കിനെ തന്നെ, അബദ്ധം പറ്റരുത്, വേറെ ആരെങ്കിലും പിടിച്ച് യാഗം കഴിക്കരുത്, അവനെ തന്നെ ബലി കഴിക്കാൻ പറഞ്ഞു. अब्राहम से इस प्रकार कहा परमेश्वर ने, तेरा जो प्रिय पुत्र है इसहाक, किसी और को नहीं, उसी को तू बलि चढ़ा. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, मैंने जो ध्यान दिया एक बात, അതിനു മുമ്പ് തന്നെ उससे पहले ही ഇസ്മായിലിനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു. इस्माइल को उस घर से निकाला. അതിനു മുമ്പ് തന്നെ. उससे पहले ही, അല്ലെങ്കിൽ അബ്രഹാമിന് കൺഫ്യൂഷൻ ഉണ്ടാകാം. नहीं तो अब्राहम को कंफ्यूजन होता. അബ്രഹാം വേണമെങ്കിൽ മനസ്സിൽ പറയും, अब्राहम मन में बोलेगा ഇതാണ് അവസരം, ये है मौका, പണ്ട് പറ്റിയ ഒരു തെറ്റ് തിരുത്താനുള്ള അവസരം, पहले जो गलती वो गलती का सुधारना, അല്ല ദൈവമായിട്ട് തരുന്ന അവസരമാണ്. वो परमेश्वर दिया वो मौका എനിക്കൊരു है. ചെറിയ മിസ്റ്റേക്ക് പറ്റിയായിരുന്നു പണ്ട്, एक मिस्टेक हुआ था पहले, അതിപ്പോ എനിക്ക് തലവേദനയായിട്ടിരിക്കുക. अभी वो मेरे लिए सिर दर्द बन गया है. ദൈവം അത് പരിഹരിക്കാൻ പോവാ. परमेश्वर कार्य करने वाला है. ദൈവം അത് അനുവദിച്ചില്ല കേട്ടോ. परमेश्वर ने वो नहीं അതിനു दिया. മുമ്പ് ഇസ്മായിലിനെ അവിടുന്ന് മാറ്റി. उससे पहले इस्माइल को वहां से हटाया. ദിവസം സുസ്മാമ്മയുടെ വീട്ടിൽ വചനം പറയുമ്പോഴും ഞാൻ പറഞ്ഞു, कि उस दिन सुसैम आंटी का घर पे वचन देते ഈ समय कहा, ഇസ്മായിലിന്റെ ജനനം इस्माइल का जो जन्म, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ വെളിയിലാണെങ്കിലും कि भले वो परमेश्वर के वादा का बाहर था, ഇസ്മായിലിനോടുള്ള ദൈവത്തിന്റെ കരുണയ്ക്ക് ഒരു കുറവില്ലായിരുന്നു. इस्माइल के लिए जो परमेश्वर करुणा था उसमें कोई कमी नहीं था. അതാ നമ്മുടെ ദൈവം കേട്ടോ. वो है हमारा परमेश्वर. ഹല്ലേലൂയ. ഇസ്മായിലിനോടുള്ള കരുണയ്ക്ക് ഒരു കുറവില്ലായിരുന്നു. इस्माइल के ऊपर जो करुणा का कोई कमी नहीं था. ഹാഗാറിനോടുള്ള കരുണയ്ക്ക് ഒരു കുറവില്ലായിരുന്നു. अगार हजीरा के ऊपर जो दया था उस पर कोई कमी नहीं था. നമ്മൾ ഇന്നലെ കേട്ടതാണ്. हमने कल सुना, ഹാഗാർ സാറയെ വിട്ട് ഓടിപ്പോകുമ്പോൾ
हजीरा जब सारा को छोड़ के भागती है, ദൈവം അവൾക്ക് വേണ്ടി ഇറങ്ങി വന്നെന്ന്. परमेश्वर उसके लिए उत्तर आया, അബ്രഹാമിന്റെ ദാസിക്ക് വേണ്ടി ഇറങ്ങി വന്നെന്ന്. अब्राहम की दासी के लिए उत्तर അവളുടെ आया, ഉദരത്തിൽ കിടക്കുന്ന ഉദരഫലത്തെ കുറിച്ച് ദൂത് പറഞ്ഞെന്ന്. उसके पेट में जो बच्चा था उसके ऊपर वाणी दी, ആ കുഞ്ഞിന് വേണ്ടിയുള്ള കരുതലിനെ കുറിച്ച് പറഞ്ഞു. हमें उस बच्चे का जो प्रबंध के बारे में कहा. ഹല്ലേലൂയ. ഇസ്മായിലിനെ മാറ്റിയിട്ടാണ് ദൈവം പറയുന്നത് ഇസ്ഹാക്കിനെ തന്നെ യാഗം കഴിക്കണം. इस्माइल को बाजू में करके अब्राहम से कहते हैं इसहाक को. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇപ്പം दूसरा कोई ऑप्शन नहीं था. ദൈവം ചിലപ്പോൾ ചിലരെ പരീക്ഷിക്കുന്നത് അങ്ങനെയാണ്. कभी परमेश्वर कुछ लोगों को इस प्रकार परीक्षा देंगे. അറിയാം മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ अगर परमेश्वर को पता दूसरा कोई ऑप्शन है ഇവൻ तो അതിനു വേണ്ടി ശ്രമിക്കുമെന്ന്. ये उसके लिए कोशिश करेगा. ബാക്കി എല്ലാ ഓപ്ഷനും മാറ്റിയിട്ട് सारे ऑप्शन को हटा ഒരു के, ഓപ്ഷനും ഇല്ലാതെ നിൽക്കുമ്പോൾ कोई जब ऑप्शन नहीं था, നിന്നോട് ദൈവം പറയാ നീ ആ മോനെ ആൾട്ടറി വെക്കാൻ. परमेश्वर बोलते तू बच्चे को बलि पे चढ़ा. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? वो कैसे हम कर सकते വേറെ हैं? ആരാണെങ്കിലും ആർഗ്യൂ ചെയ്യും. कोई भी रहेगा तो वाद പക്ഷേ विवाद ഇന്ന് करेंगे. അബ്രഹാമിന്റെ ഫെയ്ത്ത് ഒത്തിരി അങ്ങ് വളർന്നു നിൽക്കുക. अब अब्राहम का विश्वास बहुत ऊंचाई पे था. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഫെയ്ത്ത് അല്ല ഇന്ന് അബ്രഹാമിനുള്ളത്. बहुत पहले का जो विश्वास नहीं था आज का There विश्वास. is a hallelujah subsequent growth in Abraham's faith level. अब्राहम का विश्वास में एक बढ़ोतरी था. അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരുകയാണ്. वो पीढ़ी पर पीढ़ी बढ़ रहा ഞാൻ था. നിങ്ങളോട് ഒരു ദൂത് പറയാം. मैं आपसे एक वाणी कहता हूं. വിശ്വാസം വളരുന്നതാണ്. आमेन, हालेलुया. विश्वास जो है बढ़ता है. വിശ്വാസം വളരുന്നതാണ്. विश्वास बढ़ता है. എന്റെ ചോദ്യം, मेरा सवाल, ക്രിസ്ത്യ ജീവിതത്തിൽ വന്ന് ഇത്രയും വർഷമായ ശേഷം मसीह जीवन में आके इतने साल के നിങ്ങളുടെ बाद വിശ്വാസം കുറയുകയാണോ ചെയ്തത്, വളരുകയാണോ ചെയ്തത്? आपका विश्वास कम हुआ है या ज्यादा हुआ है? വിശ്വാസം വർദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? विश्वास कैसे बढ़ता है? ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞു കഴിയുമ്പോൾ जब जीवन में परमेश्वर को अनुभव करेगा, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കർത്താവിനെ അനുഭവിച്ചറിയുമ്പോൾ स्टेप बाय स्टेप जो हम परमेश्वर को अनुभव करेंगे, ഓരോ അനർത്ഥങ്ങളിലും हर एक अनर्थ में ദൈവത്തിന്റെ മഹത്വം കാണുമ്പോൾ परमेश्वर की महिमा देखेगा. വിശ്വാസം ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. विश्वास बढ़ते रहेंगे. आमीन. വിശ്വാസം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. विश्वास बढ़ते रहेंगे. ഹല്ലേലൂയ. हालेलुया. സഹോദര സഹോദരി, 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന വിശ്വാസം അല്ല നിനക്കിന്നുള്ളത്. भाइयों बहनों, 10 साल पहले का विश्वास नहीं है आज तेरा विश्वास. ആദ്യമായിട്ട് കർത്താവിന് വേണ്ടി കാൽ വെച്ച അന്നത്തെ വിശ്വാസം അല്ല ഇന്നുള്ളത്. जो पहली बार तूने परमेश्वर के लिए जो कदम रखा उस दिन का विश्वास नहीं है आज का അബ്രഹാമിനെ विश्वास. ആദ്യമായിട്ട് വിളിച്ചപ്പോൾ अब्राहम को जो पहली बार बुलाया, അബ്രഹാമിന് ഒന്നും അറിയത്തില്ല. अब्राहम को कुछ नहीं ഒരു पता था. ശബ്ദം കേട്ട് അത് വിശ്വസിച്ച് അങ്ങ് ഇറങ്ങുകയാണ്. एक आवाज सुन के उस विश्वास करके उतरा. അങ്ങനെ ഇറങ്ങിയവരുണ്ട് കേട്ടോ. ऐसे उतरे हुए लोग हैं. അബ്രഹാം തേജോമയനായ ദൈവത്തെ കണ്ടതുപോലെ വിശ്വസിച്ച് അങ്ങ് ഇറങ്ങുകയാണ്. अब्राहम ने तेजस से भरा परमेश्वर को देखा, उस प्रकार विश्वास किया. വിശ്വാസത്താൽ മോശ विश्वास के साथ मूसा ആദർശ ദൈവത്തെ കണ്ടതുപോലെ വിശ്വസിച്ച് अंधे की परमेश्वर को देखा जैसे विश्वास किया, ചുവട് വെക്കുകയാ. वो कदम रखा. ഹല്ലേലൂയ. പക്ഷെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ कुछ सालों के बाद ഒത്തിരി ജീവിതാനുഭവങ്ങളിലൂടെ जीवन के बहुत सारे अनुभव से വിശ്വാസം ഇപ്പം വർദ്ധിച്ചിരിക്കുക. विश्वास भी बढ़ गया. മോശയുടെ വിശ്വാസം ഒത്തിരി വർദ്ധിച്ചില്ലേ? मूसा का विश्वास बहुत बड़ा ആദ്യമായിട്ട് 2 അടയാളങ്ങൾ മാത്രമാണ് കയ്യിലുള്ളത്. कि पहली बार 2 ही चिन्ह हाथ में. പിന്നെ എത്ര അത്ഭുതങ്ങൾ കണ്ടല്ലേ? उसके बाद कितना चमत्कार എത്ര देखा, ദൈവപ്രവർത്തികൾ കണ്ടു. कितना चमत्कार देखा. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. हे परमेश्वर, तूने जो अनगिनत काम हमारे लिए किया है कि उस पर तेरा जो विचार हमारे लिए बहुत बड़ा है. ഇറങ്ങി അബ്രഹാം അല്ല, ഇപ്പം जो बाहर निकला अब्राहम नहीं था, अभी മാറിയിട്ടുണ്ട്. अभी बदलावट आया है. കുറെ വർഷങ്ങൾക്ക് മുമ്പ് बहुत सालों पहले സാറ ഹാഗാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ सारा ने जब हजीरा के बारे में कहा, അന്ന് അബ്രഹാമിനുള്ള വിശ്വാസം അല്ല तभी अब्राहम का जो विश्वास है ഇപ്പോൾ അബ്രഹാമിനുള്ളത്. नहीं है अभी वो जो विश्वास. ആർക്ക് മനസ്സിലാകുന്നുണ്ടോ? कितने लोगों को समझ में आ रहा है ഹാഗാറിനെ കുറിച്ച് സാറ പറഞ്ഞപ്പോൾ അന്ന് അബ്രഹാം മൂളാനുള്ള കാരണം कि अब्राहम को जब सारा ने हजीरा के बारे में बोला, उस टाइम उसने हाँ कहने का कारण, അവന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. उससे परमेश्वर ने वादा किया है. പക്ഷെ ആ വാഗ്ദത്തത്തിന് അവൻ്റെതായ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അവൻ ചിന്തിച്ചു കാണും. तो उसने को लगा होगा कि उसका कुछ तो कुछ एक कंट्रीब्यूशन चाहिए. അവൻ്റെ ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ അല്ലാതെ കർത്താവിൻ്റെ പ്രവൃത്തി നടക്കത്തുള്ളൂ എന്ന്
എന്നവൻ ചിന്തിച്ചു കാണും. उसने इस प्रकार सोचा मैं कुछ करेगा तो परमेश्वर कार्य करेगा. അന്നുള്ള വിശ്വാസമല്ല അബ്രഹാമിന് ഇന്നുള്ളത്. उस दिन का विश्वास नहीं था अब्राहम को. വിശ്വാസം വളർന്നു, विश्वास बढ़ गया. ഹല്ലേലൂയ. हालेलुया. ഇന്ന് അബ്രഹാം നിൽക്കുന്ന വിശ്വാസത്തിന്റെ ലെവല്, आज जो अब्राहम खड़ा हो विश्वास का जो लेवल. ഹല്ലേലൂയ. ഇസ്ഹാക്കിനെ കൊടുക്കാൻ പറഞ്ഞാൽ ഇസ്ഹാക്കിനെ തന്നെ കൊടുക്കുന്ന വിശ്വാസം. इसहाक को देने कहेगा तो इसहाक को ही देगा. കാരണം അബ്രഹാമിന്റെ ഇപ്പോഴത്തെ വിശ്വാസം എന്താണെന്നറിയോ? क्योंकि अभी अब्राहम का विश्वास क्या है? എന്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ. हमें मेरा परमेश्वर वादों में पक्का ഈ है. മകനെ എനിക്ക് നൽകിയിട്ട് ये बेटे को मुझे देख ഇനി के ദൈവം എന്നെ കൊണ്ട് യാഗം കഴിപ്പിച്ചാൽ പോരും. भले परमेश्वर उसको मुझे बलि चढ़ा दे. എബ്രായർ 11 പറയുന്നു, इब्राहिम 11 कहता है ചാരത്തിൽ നിന്ന് ദൈവം അവനെ തിരിച്ചുയർപ്പിച്ച് തരുമെന്ന്. ഹല്ലേലൂയ. उस राख में से भी परमेश्वर फिर से उसे जिगा के देगा. അബ്രഹാമിന്റെ വാക്കുകളിൽ ആ വിശ്വാസം ഉണ്ട് പ്രിയമുള്ളവരെ. अब्राहम को उसके वादों पे विश्वास था. അബ്രഹാം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരോടും പറയുന്നില്ല മകനെ യാഗം കഴിക്കുന്നെന്ന്. अब्राहम जब घर से निकला तो किसी को कहा नहीं को बेटे को बलि चढ़ाने जा रहे हैं. യാഗവസ്തു എന്ന് പറയുന്നില്ല. वो ये नहीं कहते इसका को तू ही है बलि का അബ്രഹാം वस्तु. ബാല്യക്കാരെ താഴ്വരയിലാക്കിയിട്ട് മല കയറുമ്പോൾ कि जब अब्राहम सेवक को पहाड़ के नीचे അബ്രഹാം पहाड़ चढ़ता है. പറഞ്ഞതെന്നറിയാമോ? अब्राहम क्या कहता है? ഞാനും ബാലനും പോയി യാഗം കഴിച്ച് ഞങ്ങൾ മടങ്ങി വരും. ആമേൻ. अब्राहम इस प्रकार कहते हैं कि मैं और बेटा जाके बलि चढ़ा के हम वापस आएंगे. ഞാൻ മടങ്ങി വരും എന്നല്ല പറഞ്ഞത്. उसने ये नहीं कहा मैं वापस आऊंगा. ഞങ്ങൾ മടങ്ങി വരും. उसने कहा हम. കാരണം എന്താ? कारण क्या है? പഴയ അബ്രഹാം അല്ല, पहले का अब्राहम नहीं. आमीन. വിശ്വാസത്തിൽ വളർന്ന അബ്രഹാം. विश्वास में बड़ा हुआ अब्राहम എന്നെ है. കേൾക്കുന്ന ദൈവമക്കളെ, हमें सुनने वाला परमेश्वर के बच्चों, വിശ്വാസത്തിൽ വന്നിട്ട് എത്ര നാളായി? अब विश्वास में आके कितना समय हुआ? ആ വിശ്വാസത്തിൽ നിന്ന് എത്രയും നിങ്ങൾ വളർന്നു? उस विश्वास से आप कितने आगे गए? ഓരോ ദൈവപ്രവർത്തികളും ജീവിതത്തിൽ കാണുമ്പോൾ हर एक परमेश्वर कार्य जब जीवन में കർത്താവ് देखेगा നിങ്ങളുടെ വിശ്വാസത്തെ അപ്ഗ്രേഡ് ചെയ്യുവാൻ ഹെൽപ്പ് कि ചെയ്യുകയാണ്. परमेश्वर हमें विश्वास को अपग्रेड करने के लिए मदद ഇന്ന് करता है. നിങ്ങൾ നിൽക്കുന്ന ആ വിശ്വാസത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത്, आज जो तुम खड़ा हुआ उस विश्वास के मंडल जो है, ഹല്ലേലൂയ, അബ്രഹാം പറഞ്ഞതുപോലെ अब्राहम ने जिस प्रकार कहा അസാധ്യമായത് എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ कि പോകുകയാണ്. असंभव मेरे जीवन में होने वाला എന്റെ है. വാഗ്ദത്തങ്ങൾ അത്ര പവർഫുൾ ആണ്. मेरा वादा उतना सामर्थ्यशाली है എന്നെ കുറിച്ചുള്ള എന്റെ മകനെ കുറിച്ചുള്ള വാഗ്ദത്തം എനിക്ക് എന്താണെന്നറിയാം. कि मेरे बारे में मेरे बच्चों के बारे में वादा क्या है मैं जानता हूँ. ഹല്ലേലൂയ. हालेलुया. അത് അത്ഭുതമായി മാറാൻ പോകുകയാണ്. वो चमत्कार होने वाला है. അത്ഭുതമായി മാറാൻ वो പോകുകയാണ്. चमत्कार होने वाला है. ശഖബന റംഷൽ ഖമന. മല കയറിപ്പോകുമ്പോൾ जब पहाड़ चढ़ रहा था, മകൻ അപ്പനോട് ചോദിച്ചു, बेटे ने पिता से पूछा അപ്പ തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള വസ്തു എവിടെ? कि बेटे ने पूछा पिता लकड़ा है बाकी सामग्री है लेकिन बलि का वस्तु किधर है? യാഗമൃഗം വേണ്ടായോ? कि बलि का एक जानवर चाहिए. അബ്രഹാം പറഞ്ഞില്ല, മോനെ അത് നീയാന്ന് പറഞ്ഞില്ല. अब्राहम ने नहीं बोला बेटा तू है. എന്താ പറഞ്ഞെന്നറിയാമോ? उसने क्या कहा? യഹോവ കരുതിക്കൊള്ളും. कि बोला अब यहोवा प्रबंध करेगा. യഹോവ കരുതിക്കൊള്ളും. अब्राहम परमेश्वर അബ്രഹാമിന്റെ प्रबंध करेगा. ജീവിതാനുഭവങ്ങളിലൂടെ ഒരു കാര്യം മനസ്സിലായി. अब्राहम ने जीवन का अनुभव से एक चीज सीखा. ഈ ദൈവം आमीन. ये जो परमेश्वर है കരുതുന്ന ദൈവമാണ്. ये प्रबंध करने वाला ഈ परमेश्वर. ദൈവം ഹമശഖബന കരുതുന്ന ദൈവമാണ്. ये जो परमेश्वर है प्रबंध करने നിനക്ക് वाला है. വേണ്ടി ചിന്തിക്കുന്ന, നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന ദൈവമാണ്. वो तुम्हारे लिए हमारे लिए विचार करने वाला परमेश्वर, प्रबंध हालेलुया. करने वाला परमेश्वर है. Thank you Jesus. കരുതും, ദൈവം കരുതും. परमेश्वर प्रबंध करेगा. ഹല്ലേലൂയ. അബ്രഹാം ഇത് പറയുമ്പോൾ അബ്രഹാം അറിയുന്നില്ല, अब्राहम ये जो कहते समय अब्राहम को पता नहीं था മലയുടെ അപ്പുറത്തൂടെ पहाड़ के उस पार ഒരു ദൈവപ്രവൃത്തി അവന് വേണ്ടി एक വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. परमेश्वर कार्य उसके लिए प्रकट हो रहा है. സാധാരണ ദൈവദാസന്മാർ ഇങ്ങനെ പറയാറുണ്ട്, साधारण परमेश्वर दास लोग इस प्रकार कहता है മോറിയായുടെ ഒരു ചരിവിലൂടെ അബ്രഹാമും മകനും വിറകെടുത്ത് മുകളിലേക്ക് കയറുമ്പോൾ कि पहाड़ के एक बाजू से अब्राहम और बेटा जब लकड़े लेके ऊपर चढ़ता है, മോറിയായുടെ അങ്ങേ ചരിവിലൂടെ ഒരു ആട്ടുകൊറ്റൻ മേളോട്ട് ഓടിക്കേറുകയായിരുന്നു. कि मोरिया की दूसरे बाजू से एक मेमना क्या है कि पहाड़ चढ़ रहा था. ഇവിടെ കൂടെ ഹല്ലേലൂയ അബ്രഹാം
യഹോവ കരുതും, യഹോവ കരുതും എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറുമ്പോൾ यहाँ से जब अब्राहम जो कह रहे कि परमेश्वर प्रोवाइड करेगा, परमेश्वर प्रबंध करेगा बोल के जब चढ़ रहे हैं അപ്പുറത്തൂടെ ഒരു ആട്ടുകൊറ്റനെ സ്വർഗം ഓടിച്ചു കയറ്റുകയാ. कि वहां से एक मेमने को स्वर्ग चला रहा है. എന്റെ വിശ്വാസത്തിന്റെ ലെവൽ ഈ പകൽക്കാലം എന്താണ്? तेरा विश्वास का लेवल क्या है आज? പണ്ട് മിസ്റ്റേക്ക് ചെയ്ത അബ്രഹാം അല്ല ഇന്നിവിടെ നിൽക്കുന്നത്. पहले जो मिस्टेक किया हुआ, गलती किया अब्राहम नहीं आज जो खड़ा है. ഇസ്മായിലിന്റെ കാര്യത്തിൽ അബദ്ധം സംഭവിച്ച അബ്രഹാം അല്ല ഇന്നിവിടെ നിൽക്കുന്നത്. इस्माइल के विषय में जो गलती किया वो अब्राहम नहीं आज यहाँ खड़ा. ജീവിതാനുഭവങ്ങളിലൂടെ ഉറപ്പാക്കിയ അബ്രഹാം, जीवन के अनुभव से जो पक्का हुआ, ഇന്നൊരു കാര്യം അവൻ ഉറപ്പാ. आज एक बात उसे पक्का है. എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ मेरा परमेश्वर को कार्य करने के लिए എന്റേതാകുന്ന കോൺട്രിബ്യൂഷൻസ് ഒന്നും വേണ്ട. मेरा कोई भी कंट्रीब्यूशन जरूरत नहीं है. ദൈവത്തിന് കരുതാൻ, ഹല്ലേലൂയ, परमेश्वर को प्रबंध करने के ഞാൻ लिए പാതി ദൈവം പാതി എന്നുള്ള ഫിലോസഫി ഒന്നും വേണ്ട. ऐसा कोई नहीं है कि मैं आधा परमेश्वर आधा, वैसी सोच नहीं है. ലോകം അങ്ങനെ പറയുന്നത് അല്ലേ? दुनिया इस प्रकार कहता है. നമ്മൾ പാതി ബാക്കി ദൈവം ചെയ്യുന്ന പറയുന്നത്. दुनिया इस അങ്ങനെയല്ല. प्रकार कहते हम आधा बाकी परमेश्वर. വചനത്തിന്റെ ഫിലോസഫി എന്താണെന്ന് അറിയാമോ? वचन क्या कहता है? തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കും. वचन कहते वो अपने प्रियों को नींद में देता है. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ जब तू सोया हुआ रहेगा, സ്വർഗ്ഗം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. स्वर्ग तेरे लिए कार्य करेगा. നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം, वो तेरे लिए प्रबंध करने वाला परमेश्वर. ആദം ഒരിക്കൽ പോലും ദൈവത്തോട് കംപ്ലൈന്റ് പറഞ്ഞില്ല. आदम ने एक बार भी परमेश्वर से कंप्लेंट नहीं किया കർത്താവ് എത്ര നാളാ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നത്? कि परमेश्वर कितना साल ऐसा अकेला रहेगा. അങ്ങനെ ബാക്കിയുണ്ടോ? ऐसे एक वचन है क्या? ആദം ഒരു പ്രാവശ്യം പോലും പറഞ്ഞില്ല, കർത്താവേ ഇതൊരു വല്ലാത്ത ജീവിതം കേട്ടോ, എന്തേലും ഒന്ന് ചെയ്യണം, പറഞ്ഞില്ല. कि आदम ने एक बार भी नहीं बोला कि परमेश्वर एक अजीब जीवन है, कुछ तो करना. ആദത്തിന് വേണ്ടി ദൈവം ചിന്തിക്കാൻ തുടങ്ങി. उससे पहले आदम के लिए परमेश्वर सोचने लगा. ആദത്തിന് വേണ്ടി ദൈവം വിചാരപ്പെടാൻ തുടങ്ങി. कि आदम के लिए परमेश्वर विचार करने लगा. വിശ്വസിക്കുന്ന ദൈവമക്കളെ, आप विश्वास करो ये. ഒരു ദൈവ പൈതലാണെങ്കിൽ, अगर तू एक परमेश्वर का बच्चा है, നിനക്ക് വേണ്ടി ദൈവം വിചാരപ്പെടുന്നു. कि तेरे लिए परमेश्वर सोचता है, നീ സങ്കടപ്പെടണ്ട. तुझे दुख नहीं होना है. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു ആവർത്തിച്ച് പറഞ്ഞു, വിചാരപ്പെടണ്ട, വിചാരപ്പെടണ്ട. कि मत्ती 6 में इस प्रकार यीशु से बार-बार बोला कि व्याकुल मत हो, व्याकुल मत हो. ആകാശത്തിലെ പറവയെ നോക്ക്, कि आकाश की चिड़ियों को देख, അവ വിതയ്ക്കുന്നുണ്ടോ? वो बोता नहीं है, അത് കൊയ്യുന്നുണ്ടോ? वो काटता नहीं है. ഇല്ല. नहीं. പക്ഷെ ദൈവം അതിനെ പോറ്റി പുലർത്തുന്നു. लेकिन परमेश्वर उसका प्रबंध करते हुए बढ़ाता है. വയലിലെ താമരയെ, വയലിലെ ലില്ലി, ഹല്ലേലൂയ, कि वो जो सोसनो, जो क्या ना मैदान में जो सोसनोम होते उसको प्रभु क्या ना इतना खूबसूरती से सजाते हैं. हालेलुया, हालेलुया. എന്ത് ചെയ്യുന്നു? क्या करते हैं? വയലിലെ താമരയെ ദൈവം ഭംഗി കൊടുക്കുന്നു. जो जंगल के जो घास है उसको परमेश्वर खूबसूरती देता है. हालेलुയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. हम जो ध्यान से सुनिए. സോളമൻ പോലും അവന്റെ പ്രഭാവകാലത്ത് അങ്ങനെ അലങ്കരിക്കപ്പെട്ടില്ലെന്ന്. बोलते सुलेमान राजा भी उसके श्रेष्ठ के समय उस प्रकार वो कपड़े नहीं पहने. അത്ര മഹത്തമായിട്ട് उतना बढ़िया പുലർത്തുന്ന കർത്താവ്, वैसा पालने वाला परमेश्वर. ധൈര്യമായിട്ടിരിക്കെ, आप धैर्य से बैठो. സ്വർഗ്ഗം നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്നുണ്ട്. स्वर्ग आपके लिए कार्य करेगा. മനുഷ്യൻ ഏകനായിരിക്കുന്നതല്ല, कि इंसान अकेला अच्छा नहीं है. ഞാൻ അവനൊരു തുണ കൊടുക്കാൻ പോകും. मैं उसको एक साथी दूंगा. ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുക, आज के दिन परमेश्वर का आत्मा आपको देख के कहता നിങ്ങളുടെ है, അവസ്ഥ കർത്താവ് കാണുന്നുണ്ട്. तेरी अवस्था को परमेश्वर देख रहा है. നിങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തേണ്ട आमेन, आमेन, आमेन. വിടുതൽ, ഹെൽപ്പ്, സഹാര ദൈവം വെളിപ്പെടുത്താൻ कि പോകുകയാണ്. परमेश्वर आपको प्रकट करने का छुटकारा, सहारा, मार्ग परमेश्वर आपके सामने खोलेगा. ആദാമിനെ കടത്തിയൊന്ന് ഉറക്കിയെന്ന്. आदम को परमेश्वर सुला दिया. ഉണർന്നു കഴിഞ്ഞപ്പോ എന്താ കണ്ടത്? जब वो जागा तो क्या देखा? മുൻപിൽ തന്റെ അനുഗ്രഹം നിൽക്കുന്നു. सामने उसका आशीष खड़ा है. അതാ പറഞ്ഞത്, തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കും. वो कहते हैं कि परमेश्वर का वचन कि वो अपने प्रियों को अपने ആദം नींद में देता है. ഉറങ്ങിക്കിടന്നപ്പം आदम जब सोया हुआ था, ദൈവം അവന് വേണ്ടിയുള്ള വിടുതൽ കരുതിയെന്ന്. कि परमेश्वर उसका एक छुटकारा को प्रबंध നീ किया. ഉറങ്ങിക്കിടക്കുമ്പോൾ जब तू सोया हुआ रहेगा, ദൈവം നിനക്ക് വേണ്ടിയുള്ള കരുതുമെന്ന്. कि परमेश्वर तेरे लिए सब प्रबंध करेगा. താൻ പാതി ദൈവം പാതിയല്ല. हम आधा परमेश्वर आधा नहीं. നീ ഒന്നും ചെയ്തില്ലെങ്കിലും, भले तू कुछ भी ना करे, നീ വിശ്വസ്തനായി ദൈവത്തെ വിശ്വസിക്കുന്നവനാണെങ്കിൽ, अगर तू विश्वस्त हो कि परमेश्वर को विश्वास करने वाला നിനക്ക് है, വേണ്ടി വെളിപ്പെടുന്ന ദൈവിക കരുതലുണ്ട്. तेरे लिए प्रकट होने वाला परमेश्वर का प्रबंध है. അബ്രഹാം പറയാണ്, ദൈവം കരുതും. अब्राहम कहते हैं परमेश्वर प्रबंध यहोवा करेगा. इरे. यहोवा इरे. യഹോവ ഇരേ. यहोवा इरे. എല്ലാവരും പറഞ്ഞാട്ടെ, യഹോവ ഇരേ, യഹോവ ഇരേ. सभी लोग बोले यहोवा यहोवा इरे, इरे. यहोवा इरे, യഹോവ ഇരേ. यहोवा इरे.
ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ യഹോവ ഇരേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. आप बोलते बेटो यहोवा इरे, രാവിലെ പാട്ട് പാടിയപ്പോൾ പറഞ്ഞു നിങ്ങൾ രഹബോത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. कि सुबह गीत में बोला कि आप रहोबोत ഇതൊക്കെ बोलो. വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളാണ്. ये सब विश्वास की प्रोक्लेमेशन है. ഫെയ്ത്ത്. आप अपने फेथ को डिक्लेयर कर रहे हैं. രഹബോത്ത് എന്താ? रहोबोत रहोबोत രഹബോത്ത് എന്താ? रहोबोत क्या है? ദൈവം എനിക്കൊരു ഇടം തന്നു. परमेश्वर ने मुझे एक जगह ദൈവം दिया. എനിക്കൊരു ഇടം തന്നു. परमेश्वर ने मुझे एक जगह दिया. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്ത എല്ലാത്തെ ശത്രു തകർത്ത് കളഞ്ഞപ്പോൾ ഹല്ലേലൂയ. जब पिछले बार मैंने किया सारे चीजों को शत्रु ने जब नाश കുഴിച്ച किया, ഓരോ കിണറിനെ ശത്രു മൂടി കഴിഞ്ഞപ്പോൾ, जब मैंने खोला हुआ हर एक कुएं को जब शत्रु എന്റെ ने കൈകളുടെ गाड़ പ്രവർത്തനങ്ങളെ दिया, ഒന്നൊന്നായി ശത്രു നശിപ്പിച്ചപ്പോൾ कि मेरे हर एक काम के चीजों को शत्रु ने नाश किया, എനിക്കായിട്ട് ദൈവത്തിന്റെ ഒരു കരുതലുണ്ട്. कि मेरे लिए परमेश्वर का एक प्रबंध ശത്രു है. തൊടാത്തൊരു അനുഗ്രഹമുണ്ട്. शत्रु नहीं छू सकते वैसे एक ശത്രു आशीष മൂടി है. കളയാത്തൊരു അനുഗ്രഹമുണ്ട്. शत्रु डग नहीं सकते वैसे एक आशीष है. എനിക്കൊരിടം വെച്ചിട്ടുണ്ടെന്ന്. मेरे लिए एक रखा है. ഹമ ശഖമന റംശൽഖമന. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. एक चीज तू समझ ले, കഴിഞ്ഞ നാളുകളിൽ നീ കുഴിച്ചതിനെ ശത്രു മൂടിയെങ്കിൽ कि पीछे बाहर जो तूने जो भी खोदा था उसे അത് शत्रु ने നിന്റെ बंद कर दिया. ഇടമല്ലായിരുന്നു, അതുകൊണ്ടാ മൂടിയത്. वो तेरा जगह नहीं था इसके लिए ढक दिया. ഹലോ, നീ നിൽക്കേണ്ട ഇടമായിരുന്നെങ്കിൽ अगर तुझे वहां रुकना होता, ശത്രു മൂടത്തില്ലായിരുന്നു. शत्रु से नहीं ढकता പക്ഷെ था. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു രഹബോത്തുണ്ട്. तेरे लिए परमेश्वर खोलने वाला एक रहोबोत है. അതിനെ ആരും മൂടത്തില്ലെന്ന്. उसे कोई ढकेगा नहीं. ഹല്ലേലൂയ. हालेलुया. വാ തുറന്ന് പറഞ്ഞാട്ട് मुंह खोल के बोलो. ആരും അടയ്ക്കാത്ത ഒരു ഉറവ, आमीन. जो कोई नहीं बंद कर सकते वैसे ആരും एक सोता. അടയ്ക്കാത്ത ഒരു അനുഗ്രഹം कोई जो बंद नहीं करने वाला आशीष കർത്താവ് എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. परमेश्वर मेरे लिए प्रबंध किया है. അതുകൊണ്ട് കാലത്തും ഹല്ലേലൂയ ഉച്ചയ്ക്കും വൈകിട്ടും നിന്റെ കൈ ഇളതായിരിക്കരുത്, വിതച്ചുകൊണ്ടിരിക്കുക. इसके लिए सुबह दोपहर शाम को तेरा हाथ खाली ना हो, നീ कि तू വിതച്ചതിനെ बोते रहे. ഇന്ന് വിതച്ചതിനെ പറവ കൊണ്ടുപോയി. कि तू आज जो बोया उसको चिड़िया ले गया. പക്ഷെ നീ ഹല്ലേലൂയ ആലസ്യാകരുത്. लेकिन तुझे आलसी नहीं നീ बनना है. വിതച്ചുകൊണ്ടിരിക്കുക. तुझे बोते रहना है. ഹല്ലേലൂയ. നിനക്കറിയില്ല तुझे पता नहीं, അതിലേതാണ് വളർന്നുവന്ന് നിനക്ക് അനുഗ്രഹം തരുന്നതെന്ന്. तुझे पता नहीं उसमें से कौन सा उख्या आके तुझे फल देगा. ഇസ്ഹാക്കിന്റെ ഗുണം, इसहाक का जो गुण, അവൻ കുഴിച്ചുകൊണ്ടേയിരുന്നു. वो खोदते रहा. അവൻ കുഴിച്ചുകൊണ്ടിരുന്നു. वो खोदते रहा. അവൻ 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 ഹമ ശഖമന വിശ്വാസത്താൽ കുഴികൾ കുഴിച്ചുകൊണ്ടിരുന്നു. वो विश्वास के साथ गड्ढे खोदते रहे. ഹല്ലേലൂയ. हालेलुया. ശത്രു മൂടിക്കളഞ്ഞെന്ന് പറഞ്ഞ് शत्रु ने ढक दिया वो कह के, അവൻ പിന്മാറിയില്ല. वो पीछे नहीं हटा. പിന്മാറരുത് കേട്ടോ. आपको पीछे नहीं हटना है. അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്തിട്ട് പറ, बाजू जो बैठे उसको हाथ देखे. ശത്രു മൂടിക്കളഞ്ഞെന്ന് പറഞ്ഞ് പിന്മാറരുത്. शत्रु ने ढक दिया बोल के पीछे मत हटना. നീ തുറന്ന ചിലതിനെ ശത്രു മൂടിക്കളഞ്ഞിട്ടുണ്ടാകാം. कि तूने खोला कुछ को शत्रु ने ढक दिया പക്ഷെ होगा, പിന്മാറരുത്. लेकिन पीछे नहीं हटना. പിന്മാറരുത്. पीछे मत ഒരു हटना. രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. मैं आपसे एक रहस्य कहता हूँ. 2009 2009 में ഹല്ലേലൂയ 40 ദിവസം ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ, जब पासवान 40 डेज का फास्टिंग कर रहा था, അന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനോട് ഒരു കാര്യം പറഞ്ഞു. पवित्र आत्मा ने उनसे एक बात कहा. അബ്രഹാം കുഴിച്ച കിണറുകളെ ശത്രു മൂടിക്കളഞ്ഞു. अब्राहम ने जो खोदा हुआ कुओं को शत्रु ने ढक दिया. മക്കളുടെ ഉത്തരവാദിത്തമാണ് അതിനെ റീഓപ്പൺ ചെയ്യുക എന്നുള്ളത്. कि बेटे का जिम्मेदारी है उसको फिर से खोलना. എന്റെ പിതാവ് കുഴിച്ച കിണറുകളെ ശത്രു മൂടിക്കളഞ്ഞു. कि इनके पिता ने जो कुओं को खोदा था उसको शत्रु ने ढक दिया. ഞാനൊരു തീരുമാനമെടുത്തു. तो इन्होंने एक निर्णय लिया ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അതിനെ റീഓപ്പൺ ചെയ്തിട്ട് അതേ പേര് കൊടുക്കുമെന്ന്. कि ഹല്ലേലൂയ. उसको रीओपन करके वही नाम देगा. അതേ പേര്. അപ്പൻ കുഴിച്ചതിനെ ശത്രു മൂടിക്കളഞ്ഞെങ്കിൽ, അബ്രഹാം കുഴിച്ചതിനെ ശത്രു മൂടിക്കളഞ്ഞെങ്കിൽ ഇസ്ഹാക്ക് റീഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്തു? അതേ പേര് കൊടുത്തെന്ന് അല്ലേ? कि जो पिता ने जो खोला था उसको जब शत्रु ने ढक दिया तो इसहाक ने फिर से उसे खोल के वही सेम नाम അതുകൊണ്ട് दिया. ആരംഭത്തിൽ നമ്മുടെ ചർച്ചിന്റെ പേര് കുറെ നാളത്തേക്ക് മാറാനാഥ എന്നായിരുന്നു. इसके लिए इस कलीसिया का आरंभ पहला का नाम मारानाथा था. നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. कि आप में से कितने लोगों को पता മാറാനാഥ नहीं. എന്നാ പേരിട്ടത്. मारानाथा था. കാരണം എന്റെ പപ്പയുടെ ഒരു മിനിസ്ട്രിയുടെ പേരായിരുന്നു മാറാനാഥ. इनका पिताजी का मिनिस्ट्री का नाम था वो. ഹല്ലേലൂയ. പിന്നീട് उसके बाद ഇസ്ഹാക്കിന് ഒരു കിണർ കിട്ടി. उसके बाद इसहाक को एक कुआं मिला. അപ്പൻ കുഴിച്ചതല്ല, पिता ने खोला हुआ അത് नहीं, അവൻ തന്നെ കുഴിച്ചതാ. वो उसने खुद खोदा था. അതിനെ ശത്രു മൂടാൻ വന്നില്ല. उसको शत्रु ढकने नहीं അതിന് आया. രഹബോത്ത് എന്ന് പേരിട്ടു. उसको रहबोत नाम दिया. ആമീൻ പറഞ്ഞാട്ടെ. आमीन कहे. ഹല്ലേലൂയ. എത്ര മൂടിക്കളഞ്ഞാലും, कितना भी ढक दे, നമ്മുടെ അപ്പന്മാരുടെ അനുഗ്രഹമൊക്കെ ശത്രു കൊണ്ടുപോയാലും, अपने पिताओं का आशीष को शत्रु ले നിന്റെ जाए, തലമുറയിൽ तेरे पीढ़ी में മടി കൂടാതെ കുഴിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. यदि तू बिना थके अगर खोदते रहेंगे,
ചിലത് ശത്രു നഷ്ടപ്പെടുത്താത്തത് നിനക്ക് വേണ്ടി ദൈവം തുറക്കുമെന്ന്. कुछ जो शत्रु नष्ट नहीं कर सकते वैसा थैले परमेश्वर खोलेगा. ഒരു രഹസ്യം പറയാം. मैं आपको एक रहस्य बताता हूँ. പാസ്റ്ററെ പാരമ്പര്യമാണെന്ന് പറയും. कुछ लोग कहते हैं परमेश्वर पासवान ये जो है परंपरा है. അപ്പനപ്പന്മാരുടെ കാലത്തെ അവർ കുടിക്കുന്നതെല്ലാം ശത്രു മൂടിയിട്ടുണ്ട്. कि शत्रु हमेशा हमारे बाप दादाओं के जमाने से सब ढकते गया है. ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. हमने बहुत बार खोलने को देखा है. ശത്രു പിന്നെയും മൂടിയിട്ടുണ്ട്. वो सब शत्रु ने फिर से ढक दिया. ഞാൻ ഒരു രഹസ്യം പറയാം. मैं आपको एक रहस्य बताता ഈ हूँ. തലമുറയിൽ इस पीढ़ी में നീ കുഴിക്കുന്നത് तू जो खोदेगा ശത്രു ഇനിയും മൂടത്തില്ല. आमेन आमेन. शत्रु अभी ढक नहीं सकता है. പാരമ്പര്യം हर एक परंपरा പാരമ്പര്യം हर एक परंपरा അതിന് ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുകയാണ്. आमेन आमेन. परंपरा को परमेश्वर फुल स्टॉप डाल रहे हैं. പാരമ്പര്യമായിട്ട് ഹമശകമന റംശൽകമന നിന്റെ കുടുംബത്തെ പിൻപറ്റുന്നതിന് कि सालों से जो तेरे पीढ़ी को पीछे आ रहे उससे ഹല്ലേലൂയ ഈ തലമുറയിൽ इस पीढ़ी में കർത്താവ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുകയാണ്. परमेश्वर से फुल स्टॉप डालने वाला है. every generational curses कि जो भी पीढ़ी से जो आया हुआ every श्राप है, generational curses हर एक पीढ़ी पर पीढ़ी आने वाला every श्राप, traditional bondages जो भी परंपराओं का जो ट्रेडिशन है, everything which is haunting which is following your life जो भी तुम्हारे पीछे कर रहा है, the mighty and holy name of Jesus Christ कि यीशु मसीह के we पवित्र नाम से cancel them in the name of Jesus हर एक Christ. को यीशु मसीह के नाम से We break कैंसिल them in the करते name हैं. of Jesus Christ. यीशु मसीह के नाम से By इसे the virtue कैंसिल of the करते हैं. shed blood of Jesus Christ. यीशु मसीह के लहू से Hallelujah. We cancel them. हम उसे कैंसिल We करते cancel हैं. them. हम उसे कैंसिल പറഞ്ഞിട്ട് करते हैं. പാരമ്പര്യങ്ങൾ മാറാൻ പോകുകയാ. हर एक परंपरा हटने दे. പാരമ്പര്യങ്ങൾ മാറാൻ പോകുകയാ. Hallelujah. हालेलुया. നിന്റെ തലമുറയിൽ तेरी पीढ़ी में ഹല്ലേലൂയ നീ കുഴിച്ചതിനെ तू जो खोदेगा ദൈവം അനുഗ്രഹമാക്കാൻ പോകും. आमीन आमीन. परमेश्वर आशीषित करेगा. പറഞ്ഞാട്ട് എനിക്കൊരു രഹബോത്ത് ദൈവം ഒരുക്കും. कि मुंह खोल के बोले परमेश्वर मेरे लिए रहबोत എന്റെ ദൈവം खोलेगा. യഹോവ ഇരയാണ്. मेरा परमेश्वर यहोवा इरे. आमीन. എന്റെ ദൈവം യഹോവ എനിക്ക് വേണ്ടി കരുതുന്നവനാ. मेरे लिए प्रबंध करने वाला परमेश्वर है. ഹല്ലേലൂയ. हालेलुया. കരുതുന്ന കർത്താവ്. प्रबंध करने वाला परमेश्वर. കരുതുന്ന കർത്താവ്. हर मुंह खोल के बोला प्रबंध करने കരുതുന്ന वाला കർത്താവ്. परमेश्वर. प्रबंध करने वाला ഞാൻ परमेश्वर. പോകുന്നത് യാഗം കഴിക്കാനാ. मैं जा रहा बलि चढ़ाने ഞാൻ के लिए. പോകുന്നത് ഇവനെ ബലിയാക്കാനാ. मैं जा रहा हूं इसे बलि करने പക്ഷേ के लिए. എനിക്കൊരു കാര്യം അറിയാം. लेकिन मुझे एक बात എന്റെ पता है. കർത്താവ് കരുതുന്ന കർത്താവ്. मेरा परमेश्वर प्रबंध करने वाला है. ആശയ്ക്ക് വിരോധമായി जो भी आशा के विरुद्ध में ആശയോടെ आशा के साथ against all hope. Hallelujah. कि हर एक आशा के When he declared his faith, कि आशा के विरुद्ध में जब उसने अपने आशा something को was प्रकट किया happening on the opposite side of that mount. कि उस पहाड़ के उस बाजू से कुछ हो रहा था. ആശയില്ലാത്തടത്ത് ആശയോടുകൂടെ പറയുക യഹോവ കരുതും, യഹോവ കരുതും, യഹോവ കരുതും. എനിക്ക് വേണ്ടി ഒരു രഹവത്ത് ഒരുങ്ങും. മൂടാത്ത ഒരു ഉറവ എനിക്ക് വേണ്ടി. जहाँ कोई उम्मीद नहीं था, आशा नहीं था, वहां आशा के साथ कहते परमेश्वर मेरे लिए प्रबंध करेगा. परमेश्वर मेरे लिए प्रबंध करे. परमेश्वर मेरे लिए एक रहबोत खोलेगा. മൂടാത്ത ഉറവ. कि जो ढक नहीं सकते वैसा श्रोता. ശത്രുവിനെ മൂടാൻ പറ്റാത്ത ഉറവ. आमीन आमीन. शत्रु जिसे ढक नहीं सकते वैसा श्रोता. ഹമശകമന ദുലഭം ശൽഖമന ജാലരം ശൽഖമന ഹേമന്തുല റംശഖമനെ ജമാനൻ ശഖമനെ ഹേമൽഖമന. എന്റെ ഒരു വിശ്വാസം പറയാ. पास में अपने एक विश्वास को बता रहा है. എന്തുകൊണ്ടാ ശത്രുവിനെ മൂടാൻ പറ്റാത്തത്? क्यों शत्रु से ढक नहीं पाया? പല കാരണങ്ങളുണ്ടാകാം. बहुत सारे कारण है. ഒരു കാരണം एक कारण ഇതൊരു സാധാരണ ഉറവയല്ല. एक साधारण श्रोता नहीं था. ഇത് പവർഫുള്ളാ. एक सामर्थ्यशाली है. ചെറിയ ഉറവയാണെങ്കിൽ इस छोटा श्रोता नहीं. മണ്ണിട്ട മൂടും. और मट्टी डालने से ढक जाएगा. കല്ലിട്ടാൽ മറഞ്ഞു പോകും. कि पत्थर डाले तो ढक जाएगा. പക്ഷെ കുത്തി ഒഴുകുന്ന ഉറവയാണെങ്കിൽ अगर वो उसमें से बहुत जोर से पानी आने वाला है तो മൂടാനിടുന്ന മണ്ണ് അവിടെ आमीन നിൽക്കത്തില്ല. आमीन. जो भी मिट्टी वहां डालेगा वहां रुकेगा नहीं. മൂടാനിടുന്ന മണ്ണ് അവിടെ നിൽക്കത്തില്ല. वो जो ढकने की जो मिट्टी डालेगा वहां रुकेगा नहीं. അതിന് ഒതുക്കാൻ പറ്റത്തില്ല. उसे रोक नहीं सकता. मैं എത്ര മല വെട്ടിയിട്ടാലും कितने भी पहाड़ काट के डाल दे. മല വെട്ടിയിട്ടാലും कितना भी पहाड़ काट के डाल दे. ഉറവ പവർഫുൾ ആണെങ്കിൽ अगर ये श्रोता शक्तिशाली है അത് तो പുറത്തു വരുമെന്ന് वो बाहर आएगा. യേശുവിന്റെ നാമത്തിൽ आमीन. यीशु के नाम से ഹമദല റംശഖമന നിന്റെ രഹബോത്ത് तेरा जो रहबोत നിനക്ക് है, ദൈവം ഒരുക്കിയ ഇടം तेरे को जो परमेश्वर ने ഹമ ശത്രുവിനെ മൂടാൻ പറ്റാത്തതാണെന്ന്. अब शत्रु ढक नहीं सकता. मैं ശത്രുവിനെ മൂടാൻ പറ്റാത്തതാണെന്ന്. शत्रु से ढक नहीं सकता.
ഇന്നുവരെ മൂടാൻ ശ്രമിക്കുന്ന ശത്രു जो तुझे ढकने को कोशिश करने शत्रु പരാജയം സമ്മതിക്കാൻ പോവുകയാ. वो पराजित होने वाला है. വചനത്തിൽ അങ്ങനെ ഉണ്ട് കേട്ടോ, വചനത്തിൽ അങ്ങനെ ഉണ്ട്. वचन में वैसा है ഫെലിസ്ത്യർ മൂടിക്കളഞ്ഞെന്നാ, कि फिलिस्तीयों ने ढक दिया. പക്ഷേ പിന്നീട് ഫെലിസ്ത്യർക്ക് മനസ്സിലായി फिर उसके बाद उसे पता चला ഈ കളിയൊന്നും ഇസ്ഹാക്കിന്റെ അടുക്കൽ നടക്കത്തില്ല. ये इसहाक के सामने नहीं होगा. ഇസ്ഹാക്കിന്റെ പ്രത്യേകത എന്താ? इसहाक का खासियत क्या है? അവൻ ഉറവയുടെ മനുഷ്യനാ, ये श्रोता का इंसान है. ഉറവയുടെ മനുഷ്യനാ. ये श्रोता का इंसान है. ശഖമാന ഫെലിസ്ത്യ ദേശത്ത് വരൾച്ച ഉണ്ടായി നിൽക്കുക കേട്ടോ. कि फिलिस्तीयों के देश में पूरा अकाल आया എല്ലാ था. വെള്ളവും വറ്റിപ്പോയി. सारे के सारा पानी सूख गया. ഫെലിസ്ത്യന്റെ കിണർ വറ്റി, उनके कुएं सूख गया. സകല കിണറും വറ്റി. सारा कुआं सूख गया. മണ്ണിൽ വെള്ളം കാണാനില്ല. कि मिट्टी में पानी नहीं था. എല്ലാ പറമ്പും വരണ്ടു കിടക്കുകയാ. सारे खेत सूखा हुआ പക്ഷേ है. ഇസ്ഹാക്ക് പ്രാർത്ഥിച്ചു വിതച്ചെന്ന്, लेकिन इसहाक ने क्या प्रार्थना करके बोया. ഇസ്ഹാക്ക് പ്രാർത്ഥിച്ചു വിതച്ചെന്ന്. इसहाक ने प्रार्थना करके പുറമേ बोया വെള്ളം കാണാനില്ലെങ്കിലും, कि भले वहाँ पानी नहीं था, പുറമേ മഴയില്ലെങ്കിലും बाहर पानी नहीं था, അടയാത്ത ഉറവയുള്ള മനുഷ്യനായി ഇവൻ. कि ये जो नहीं बंद होने वाला श्रोता का इंसान है ये. ആ ആണ്ടിൽ उस साल में ഇസ്ഹാക്ക് 100 മേനി കൊയ്തു. वो 100 गुना कर नहीं पाया. 100 മേനി കൊയ്തു. कि उसको 200 गुना കാരണം बढ़ोतरी हुआ. അവന്റെ ഉറവ क्योंकि उसका श्रोता, ഭൗതിക മണ്ഡലത്തിൽ കാണാൻ പറ്റുന്നതല്ല. उसका जो श्रोता है भौतिक मंडल में दिख അവനൊരു नहीं सकता. ആരും കാണാത്തൊരു ഉറവയുണ്ട്. उसको कोई नहीं देखने वाला श्रोता ആരും है. അറിയാത്തൊരു റിസോഴ്സ് അവനുണ്ട്. जो कोई नहीं जानता वैसे एक श्रोता है. ഹമദല റംഷൽ കമാന. അവന്റെ ഉറവ കർത്താവാ കേട്ടോ. उसका जो श्रोता है परमेश्वर है. അവൻ ക്ഷാമകാലത്തും ഇലവാടാതെ നിൽക്കും. वो अकाल के समय में भी बिना അവൻ हरियाली, വരൾച്ചയിലും ഫലം കായ്ക്കും. वो अकाल में भी बिना सूखे खड़ा रहेगा. ജെറമ്യ 17 जर्मिया 17 6 മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? वहाँ 6 से जब पढ़ते हो तो क्या लिखा है? യഹോവയിൽ ആശ്രയിക്കുന്നവൻ जो यहोवा पे आश्रय रखता है, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ और नाले के सामने रखा हुआ है, അവൻ वृक्ष समान है. വരൾച്ചയിലും ഫലം കായ്ക്കും. वो अकाल में भी बढ़ोतरी होगा. നിങ്ങളെ വാക്യം ഒന്ന് കണ്ടോ? आपने आयत पढ़ा ജെറമ്യ 17 जर्मिया 17 का. आगे धन्य है वह पुरुष जो यहोवा पर भरोसा रखता है, जिसने परमेश्वर को अपना आधार माना है. वो उस वृक्ष का समान होगा जो नदी के किनारे में लगाया है. आमीन. उसकी जड़ जल के पास फैलने वाला है. हाल जब धूप होगी तब उसको ना लगेगी, उसके पत्ते हरे रहेगी. सूखे वर्ष में भी उसके हालेलुया सूखे वर्ष में भी वो फलवंत होने वाला है. It will give fruits in the year of drought. Okay? बस तभी भी वो फलता रहेगा. सुना ना आपने? केटलो निंगलो 2008 में 2008 that was an year of recession. वो एक अकाल का समय था. मंदी कहते हैं, मंदी कहते हैं. businessful. That was a great time of recession. एक मंदी का दौर था. सब कंपनी में ले ऑफ हो रहे, सब कंपनी में ले ऑफ हो रहा था. हालेलुया. किधर भी किसी को भी कुछ ओपनिंग नहीं है, बिजनेस सब टूट रहे. कि എങ്ങോ ഒരു ഓപ്പണിംഗ് ഒന്നുമില്ല, ബിസിനസ് എല്ലാം ബന്ധാ हुआ. तभी प्रभु का आत्मा मुझे ये आयत दिया कि ദൈവത്തിന്റെ ആത്മാവ് ആ സമയത്ത് ഫാസ്റ്റ് ചെയ്തു उस കൊടുത്തത്. समय बैक टू बाइबल करके अपना जो वेबसाइट था, उस वेबसाइट में मैंने एक आर्टिकल लिखा. ആ സമയത്ത് ബാക്ക് ടു ബൈബിൾ വെബ്സൈറ്റ് ഉണ്ട്. അന്നത്തെ ആ പാസ്റ്റർ ആർട്ടിക്കിൾ എഴുതി. इस वचन को मैंने थोड़ा बदल के लिखा. ഇതിനെ ഇച്ചിരി മാറ്റി എഴുതി. Instead of drought, I wrote in the year of recession. Hallelujah. अकाल के बदले में लिखा कि In the year of recession, कि मंदी के समय I will be fruitful. मैं बलवंत रहेगा. मार्केट को देख के आप भविष्यवाणी दे दो. कि मार्केट ने നോക്കി നിങ്ങൾ പ്രൊഡിക്ഷൻ क्या കൊടുക്കുക. देना है? ड्राई बॉन्ड्स है मार्केट में ना. മാർക്കറ്റിൽ മൊത്തം क्या ഉണങ്ങിയ भविष्यवाणी देना ആസ്തികളാണ്. है? I am a blessed person. ഞാൻ ഒരു അനുഗ്രഹപ്പെട്ട I am വ്യക്തിയാണ്. not a person trusting on the market. मैं Hallelujah. मार्केट पे भरोसा रखने वाला इंसान नहीं I am a है. person trusting in my Lord. मैं Hallelujah. परमेश्वर पे भरोसा रखेगा. He is my resource. वो मेरा सोर्ता है. सही है ना रे? Yes, amen. Hallelujah.
2008 में 2008 में अप्रैल 1 तारीख को अप्रैल 1 को पवाई में हिरंदानी में एक ऑफिस में मुझे प्रार्थना करने के लिए बुलाया कि पवेली हीरानंदिल ഒരു ഓഫീസിൽ പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. और उस जो ऑफिस उस समय अपना एक विश्वासी एक गर्ल she was handling that office, she was looking after that office. ആ ഓഫീസിൽ ഒരു വിശ്വാസി ലേഡി ലड़की उनकी वो संभाल पापा रहा का था. बिजनेस है, उनकी पापा का बिजनेस है. അവരുടെ പപ്പായുടെ ബിസിനസ് ആ. पापा दूसरा हालेलुया हेड ऑफिस में, उसका पापा हेड ऑफिस में पापा था इस ऑफिस उनकी हाथ में दिया. कि പിതാവ് ഈ ഓഫീസിൽ വരത്തില്ല. परिस्थिति क्या है? रिसेशन, മന്ദിയായിരുന്നു. और ये ऑफिस थोड़ा डाउन था. ഓഫീസ് ഡൗൺ ആയിരുന്നു. उन्होंने मुझे फोन करके कहा, അവനെ വിളിച്ചു പറഞ്ഞു, पास्टर अप्रैल 1 तारीख को आप मेरा ऑफिस में आके प्रार्थना करना है. ഒരു പാസ്റ്റർ 1-ാം തീയതി ഞങ്ങളുടെ ഓഫീസിൽ വന്ന് We are പ്രാർത്ഥിക്കണം. arranging a program. ഞങ്ങളുടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുക. I want to prove that मुझे साबित करना है. my business is not dependent on the market, but my business is dependent on God. Hallelujah. मुझे साबित करना है मेरा जो बिजनेस है मार्केट पे नहीं परमेश्वर पे निर्भर है. He's an क्या वो एक MBA कंप्लीट किया व्यक्ति है. वो एक ഒരു MBA പഠിച്ച പെണ്ണായിരുന്നു. Hallelujah. बिजनेस एडमिनिस्ट्रेशन सब सीखा व्यक्ति है, लेकिन उन्होंने कहा मेरा बिजनेस मार्केट के ऊपर नहीं है, मेरा बिजनेस परमेश्वर के ऊपर है. അത് പഠിച്ച സ്ത്രീയെ പിന്നെയും പറഞ്ഞു എന്റെ ബിസിനസ് മാർക്കറ്റിന്റെ മേളിലല്ല, എന്റെ ബിസിനസ് ദൈവത്തിന്റെ മേളിലാണ്. In an year of recession, hallelujah, मंदी के समय प्रभु आपका जीवन में क्या कर सकते हैं? कि ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? फल दे सकते हैं. ഫലം തരാൻ പറ്റും. कहां से? എവിടുന്ന്? You have a secret resource. നമ്മുടെ കയ്യിൽ ഒരു സീക്രട്ട് റിസോഴ്സ് ഉണ്ട്. World depends on the market. कि दुनिया मार्केट पे दुनिया depend रहते जो हैं. देखने वाला रिसोर्स में भरोसा रखा है. कि दुनिया क्या है? देखने वाला रिसोर्स को लेकिन देखता है. आइसक के पास, इसहाक के पास ना देख सकते वैसे एक रिसोर्स है. ഇസാക്കിന്റെ പേരിൽ കാണാൻ പറ്റാത്ത ഒരു ഉറവ ഉണ്ടായിരുന്നു. और रिसोर्स क्या है मालूम है? ആ ഉറവ എന്തുവായിരുന്നു? उनके पापा ने उनको सिखाया रिसोर्स. അവന്റെ പിതാവ് അവനെ बेटा പഠിപ്പിച്ചതായിരുന്നു. कोई भी परिस्थिति हो, മകനെ ഏത് പരിസ്ഥിതി हालांकि ആയാലും तुमको कहना है നിനക്ക് പറയണം यहोवा यीरे, യഹോവ ഈരെ, मेरा परमेश्वर मेरे लिए प्रबंध करके देने എന്റെ वाला ദൈവം है. എനിക്ക് വേണ്ടി പ്രബന്ധം ചെയ്യും. हाँ, परमेश्वर का आवाज सुना, परमेश्वर का भक्त हमेशा यही कहने वाला है, कि ദൈവത്തിന്റെ ശബ്ദം കേട്ട ദൈവത്തിന്റെ ഭക്തൻ എപ്പോഴും ഇത് തന്നെ പറയും, मेरे लिए प्रभु प्रबंध करेगा. എനിക്ക് വേണ്ടി ദൈവം കാര്യം क्या ചെയ്യും. परमेश्वर का आवाज सुना व्यक्ति है? നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട हालेलुया. വ്യക്തിയാണോ? उस जो आवाज में विश्वास रखे कहो, ആ ശബ്ദത്തിൽ വിശ്വസിച്ച് പറ. കേട്ട ദൈവ ശബ്ദത്തിൽ വിശ്വസിച്ചുകൊണ്ട് जो तूने सुना പറഞ്ഞാട്ടെ, हुआ परमेश्वर की आवाज पे विश्वास करके हालेलुया, ദൈവം എനിക്ക് വേണ്ടി കരുതുമെന്ന്. परमेश्वर मेरे लिए प्रबंध करेगा. ഫെലിസ്ത്യ ദേശം ക്ഷാമം കൊണ്ട് വലയുക കേട്ടോ, कि फिलिस्ती का देश पूरा अकाल से भरा വരൾച്ചയാ हुआ था. കേട്ടോ. पूरा अकाल പക്ഷെ था. ആരും അറിയാത്ത ഒരു ഉറവ ഇസ്ഹാക്കിനുണ്ട്. लेकिन कोई नहीं जानता वैसा श्रोता इसहाक के पास था. അവന് വേരുകളുണ്ട്. उसको जड़े हैं. ജെറമിയ 17 എന്താ പറഞ്ഞത്? जर्मिया 17 क्या कहा? മൈ റൂട്ട്സ്, उसका जड़ जो है, വേരുകൾ. उसका जड़, ദൈവത്തിന്റെ പൈതലിന് വേരുണ്ട്. परमेश्वर के बच्चों को जड़े होते ആ हैं. വേരിനൊരു ഗുണമുണ്ട്, उस जड़ को एक गुण है, അത് ചെല്ലുമെന്ന്. वो जाएगा. വെള്ളമുള്ളിടത്തേക്ക് അത് वो ചെല്ലുമെന്ന്. जहाँ पानी है वहां അവിടെ जाएगा, ചെന്നിട്ട് അത് വലിച്ചെടുക്കും. वहां से वो खींच के लेगा. അതുകൊണ്ടാണ് ഇയ്യോബ് 29 അധ്യായത്തിൽ പറഞ്ഞത്. इसके लिए आयुब 29 में कहता എന്താ है, പറഞ്ഞെന്നറിയാമോ? क्या कहता है? മൈ റൂട്ട്സ്. मेरा जो जड़ है, ഇയ്യോബ് പറയുന്നൊരു ഡിക്ലറേഷൻ കേട്ടോ. वो कहता है, ആകപ്പാടെ വരണ്ടുണങ്ങി നിൽക്കുന്ന ഒരു വൃക്ഷമായി ഇയ്യോബ്. वो पूरी तरह से सूखा हुआ एक वृक्ष है. കരിഞ്ഞു നിൽക്കുന്ന വൃക്ഷമായി ഇയ്യോബ്. वो सूखा हुआ वृक्ष പക്ഷേ है. അവൻ ആത്മാവിൽ വിളിച്ചു പറയുക, वो आत्मा में पुकार എന്റെ कहता है, വേരുകൾ, मेरा जो जड़ है, എനിക്ക് വേരുണ്ടെന്ന്. बोलते हैं, मेरे को जड़ है. നിനക്ക് വേരുണ്ടോ? क्या आपको जड़ है? നിനക്ക് വേരുണ്ടോ? आपको जड़ है क्या? നിനക്ക് വേരുണ്ടെങ്കിൽ अगर आपको जड़ है तो എന്ത് ക്ഷാമമാണെങ്കിലും, भले कितना भी अकाल എന്ത് हो, റിസഷൻ ആണെങ്കിലും, कोई भी मंदी हो, വേരെന്താണെന്നറിയാമോ? जड़ क्या है? നീയും ദൈവമായിട്ടുള്ള ബന്ധമാ, तू और परमेश्वर का रिश्ता നിന്റെ है. ദൈവാശ്രയമാ. तू परमेश्वर जितना നീ उम्मीद रखता ആശ്രയിക്കുന്നത് है, മനുഷ്യനിലല്ല, तू इंसान पे नहीं നീ भरोसा रखता, ആശ്രയിക്കുന്നത് മാർക്കറ്റിലല്ല, तू मार्केट पे नहीं നീ भरोसा रखता है, ആശ്രയിക്കുന്നത് ദൈവത്തിലാ. तू परमेश्वर पे भरोसा रखता അങ്ങനെ है. ആശ്രയിച്ചു കഴിയുമ്പോൾ जब ऐसे तो उम्मीद നിന്റെ रखेगा, വേരുകൾ, तेरा जो जड़ है, there is an unseen resource, ये अनदेखा एक रिसोर्स है, ഒരു ഡിവൈൻ റിസോഴ്സ് ഉണ്ട്. एक डिवाइन रिसोर्स है. ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല, उसे कोई बंद नहीं कर सकता, ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല, कोई नहीं बंद कर सकता, ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. कोई नहीं बंद कर Oh, सकता. that is powerful. वो सामर्थ्यशाली है. അത് വളരെ ശക്തിമത്താണ്. वो बहुत सामर्थ्यशाली है, അതിനെ ആർക്കും മൂടാൻ കഴിയത്തില്ലെന്ന് उसे कोई ढक नहीं सकता. വിശ്വാസത്തോടു കൂടി ഇന്ന് പകൽക്കാലം പറ, विश्वास के साथ आज का दिन क्या है? ഞാൻ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ मैं परमेश्वर के साथ जो रिश्ता है, വരൾച്ചയിലും
വരൾച്ചയുള്ള സമയത്ത് अकाल में भी ഞാൻ ഫലം കഴിക്കാം. मैं फलवंत होगा. आमेन. ഈ വചനം എത്ര പേർ കേൾക്കുന്നു? वचन कितना लोग सुन रहे हैं? സ്വീകരിച്ചാട്ടെ. ആരും അടയ്ക്കാത്ത ഉറവ. कोई नहीं बंद कर सकता श्रोता. ഉറവ എത്ര പവർഫുൾ ആ കേട്ടോ. कितना सामर्थ्यशाली. മല വെട്ടിയിട്ടാലും भले एक पहाड़ को काट के डाल दे. മല വെട്ടിയിട്ടാലും भले पहाड़ को काट के डाल दे. ശഖമന ഈ ഉറവയെ തടയാൻ പറ്റത്തില്ല. इस श्रोता को रोक नहीं അത് सकता. മലയെ പൊടിച്ചൊഴുക്കി കളയും കേട്ടോ. वो पहाड़ को भी हटा देगा. ഞാൻ ഈ പല ഉറവ കണ്ടിട്ടുണ്ട്. आसमान में बहुत सारे श्रोता देखा है ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വസ്തുവിലൊക്കെ ഇഷ്ടംപോലെ ഉറവകൾ ഉണ്ടായിരുന്നു. कि इनके खेतों में से बहुत श्रोता था. ഞങ്ങളുടെ നാടിന്റെ പേര് തന്നെ ഏഴോലി എന്നാ. ഏഴോലി. इनका गांव का नाम ही 7 ओली है. ഏഴ് ഓലി എന്ന് പറഞ്ഞാൽ ഏഴ് ഉറവയെന്ന് നിങ്ങൾ മനസ്സിലാക്കി. क्यों आपको समझो 7 श्रोता. ആ എന്ന് പറഞ്ഞാൽ വെള്ളം കുഴിയൊന്നും എടുക്കേണ്ട, അല്ലാതെ തന്നെ വെള്ളത്തിന്റെ സ്രോതസ്സുള്ള നാടാ ഞങ്ങളുടെ നാട്. कि इनका जो गांव है गड्ढा खोदते जो ऐसे पानी बहुत है वहां. അല്ലെങ്കിൽ വലിയ ആഴത്തിലൊന്നും കുഴിക്കണ്ട. बहुत गहराई में खोदने की जरूरत ഏഴോലി नहीं എന്ന് है. ഞങ്ങളുടെ നാടിന്റെ പേര്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വസ്തുവിൽ എൻ്റെ വസ്തുവിലൊക്കെ ഊറ്റുറവ എന്ന് പറയും. മഴക്കാലത്തൊക്കെ ഇഷ്ടം പോലെ ഉറവ ഉണ്ടാകുമായിരുന്നു. कि बारिश के समय बहुत सारा श्रोता आता है. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതിലേക്ക് ഏറ്റവും വലിയൊരു ഉറവ ഏതാണെന്നറിയാമോ? पर इन्होंने देखा सबसे बड़ा श्रोता कौन सा है? കഴിഞ്ഞ പ്രാവശ്യം മസ്കറ്റിൽ പോയപ്പോൾ जब पिछली बार मस्कट में गया. ഹല്ലേലൂയ, അവിടെ ഒരു ചൂട് ഉറവ കാണാൻ വേണ്ടി പോയി. वहां एक गर्म श्रोता देखने गया. അവിടെ എനിക്ക് അത്ഭുതം തോന്നി. वहां इन्हें चमत्कार लगा മലയുടെ അടിയിൽ ഒരു ഗുഹ പോലെ ഒരു ഹോളിൽ നിന്ന് വെള്ളം വെളിയിലോട്ട് വരികയാ. कि पहाड़ के नीचे एक गुहा जैसा है, वहां से पानी आ रहा है. ഇതുവരെ കണ്ടിട്ടുള്ള ചെറിയ ചെറിയ ഉറവകളാ. आज तक छोटा मोटा देखा था. ഇത് ഒരു മലയുടെ അടിയിൽ ഒരു ഹോളിൽ നിന്ന് വെള്ളം റഷ് ചെയ്ത് വെളി വരുന്ന ഒരു ഉറവ. वहां वो पहाड़ के अंदर से एक श्रोता ആ एकदम जोर ഹോളിലോട്ട് से आता ആൾ है. ഇറങ്ങിയാൽ പോലും ആളിനെങ്കിൽ പൊക്കി കൊണ്ടുവരും, അതുപോലുള്ള ഉറവ. कि अगर उस ഹല്ലേലൂയ. हॉल में कोई जाएगा तो उस व्यक्ति को उठा के लेगा ആ ऐसा ഉറവ श्रोता. അവിടെ നിന്ന് പിന്നെ ഒരു തോടായിട്ട് ഒഴുകുകയാ. उसके बाद वो एक नाला बन के निकलता है. ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? क्या आप सुन रहे हैं? അങ്ങനെ ഉറവയുണ്ട് കേട്ടോ. वैसा श्रोता ആ है. ഉറവ അടയ്ക്കാൻ പറ്റത്തില്ല. वो श्रोता बंद नहीं कर ഒന്നോ രണ്ടോ सकते. കാലിട്ടാൽ അങ്ങനെ അവിടെ നിൽക്കുമോ? दो तीन पत्थर के എല്ലാരും बाद പറഞ്ഞിട്ട് ആരും അടയ്ക്കാൻ പറ്റാത്ത പവർഫുൾ ആയിട്ടുള്ള ഒരു ഉറവ സ്വർഗം എനിക്ക് വേണ്ടി सब കരുതിയിട്ടുണ്ട്. लोग मुंह खोल के बोलो, कोई जो बंद नहीं कर सकता वैसा श्रोता स्वर्ग मेरे लिए खोलेगा. ഹാഗാറിന് വേണ്ടി ദൈവം ഒരു ഉറവ തുറന്നു. हजीरा के लिए परमेश्वर श्रोता खोला. ഹാഗാറിന്റെ കഥ ഇന്നലെ നമ്മൾ കേട്ടില്ലേ? हजीरा का कहानी कल हमने सुना. ഹാഗാർ പറഞ്ഞു, हगार ने कहा ഹല്ലേലൂയ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ. कि मुझे देखने वाले को मैं इधर भी देखा. എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. मुझे देखने वाले എല്ലാരും परमेश्वर है. പറഞ്ഞാട്ടെ, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. मुझे देखने वाला परमेश्वर മൂന്നാമത്തെ है. ഒരു വാക്ക് എൽ റോയി. एल रोई. എൽ റോയി എന്ന പദത്തിന്റെ അർത്ഥം एल रोई का अर्थ എന്നെ കാണുന്ന ദൈവം. मुझे देखने वाला എന്നെ परमेश्वर. കാണുന്നൊരു ദൈവമുണ്ട്. मुझे देखने वाला പറഞ്ഞാട്ടെ परमेश्वर. എല്ലാവരും, अरे जो യഹോവ ഇരേ, यहोवा इरे. എനിക്ക് വേണ്ടി കരുതുന്ന ദൈവം. मेरे लिए सब प्रबंध करने वाला യഹോവ परमेश्वर. ഇരേ, यहोवा വായ इरे. തുറന്ന് जोर से बोलिए, यहोवा इरे. ഹല്ലേലൂയ. നമ്മുടെ ബൈന്ദർ പ്രയർ സെല്ലിന് കഴിഞ്ഞ ദിവസം എത്ര പേരുണ്ടായിരുന്നു? बांधे पैसे लोग कितने लोग थे? അവര് മാത്രം ഒന്ന് കൈവക്കിക്കേ. केवल वही हाथ उठाए. നല്ലവണ്ണം കൈവക്കിക്കേ. अच्छे से हाथ उठाए. ബൈന്ദർ പ്രയർ സെല്ലിൽ ഉണ്ടായിരുന്നവർ മാത്രം ഒന്ന് കൈവക്കാന്. बांधे पैसे में जो थे अपने हाथ उठाए. ഓക്കെ, ഞാൻ എന്താ അവിടെ പറഞ്ഞത്? पासवान ने क्या कहा वहाँ? ദൈവത്തിന്റെ വചനത്തോട് പ്രതികരിക്കണം. कि परमेश्वर का वचन जब आता है उसको रिस्पोंड करना വചനം है. അങ്ങോട്ട് വീഴുമ്പോൾ വചനത്തോട് Amen. പ്രതികരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. कि वचन जब आता है वचन को जो स्वीकार करते हैं ആ 10 പേരെങ്കിലും ഒന്ന് പ്രതികരിച്ചാട്ടെ. तो 10 जन तो वो നിങ്ങൾ പ്രതികരിക്കുന്ന കാണുമ്പോൾ ബാക്കിയുള്ളവരും പ്രതികരിക്കും. आपको स्वीकार करते हुए देखें दूसरे You भी स्वीकार have to करें. respond to the word of God. आपको परमेश्वर के वचन को रिस्पोंड करना है. നിങ്ങൾ ആമീൻ പറഞ്ഞ് സ്വീകരിക്കണം. आप आमीन बोल के നിങ്ങൾ कहना കൈ है. കൊട്ടി സ്വീകരിക്കണം. आप हाथ ताली बजा के स्वीकार നിങ്ങൾ करना है. വേണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കണം. आप चाहे तो खड़े होकर आराधना करना Hallelujah. है. हालेलुया. यस. പലരും വിടുതൽ പ്രാപിക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയാം? बहुत सारे लोग छुटकारा नहीं पाने का कारण क्या है? പവർഫുൾ ആയിട്ടുള്ള ദൈവശബ്ദം. इस सामर्थ्यशाली जब परमेश्वर आवाज आता है, പാസ്റ്റർ പറഞ്ഞതുകൊണ്ടല്ല പവർഫുൾ वो ആകുന്നത്. पास्टर ने बोला बोल के नहीं, പവർഫുള്ളാ. वो पावरफुल है. ദൈവം നിനക്ക് വേണ്ടി കരുതുന്നു. आमीन आमीन. परमेश्वर तेरे लिए प्रबंध करेगा. അത് കേട്ടിട്ട് ഒരു കുലുക്കവും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് പോയാൽ വിടുതൽ ഉണ്ടാകുമോ? वो सुन के बिना हिले जाएगा तो क्या छुटकारा होगा? ആ വചനം അങ്ങോട്ട് വീണിട്ട്, ആ വചനം അങ്ങോട്ട് ഹിറ്റ് ചെയ്തിട്ട് Amen. അതിന്റെ Amen. ശക്തിയോടെ ഏറ്റെടുത്ത് ആരാധിച്ച് നീ ഒന്ന് മടങ്ങിപ്പോ. ജീവിതത്തിൽ അത്ഭുതം കാണാൻ പോകുക. जब वचन आता है, वो वचन का जब सामर्थ्य जब आता है, उस सामर्थ्य को जब आमीन बोल के जब तू स्वीकार करके जा, फिर तू उस वचन का शक्ति को देखेगा. യഹോവ ഇരേ, यहोवा इरे. കരുതുന്ന ദൈവം. वो संभाल प्रबंध करने वाला. രഹബോത്ത്, रहबोत. എനിക്കൊരു ഇടമൊരുക്കും. मेरे लिए एक जगह बनाएगा. എനിക്കൊരു ഇടമൊരുക്കും. मेरे लिए एक जगह बनाएगा. മൂന്നാമത് तीसरा എൽ റോയി, एल रोई. എന്നെ आमीन കാണുന്ന ദൈവം. आमीन. मुझे देखने वाला എന്നെ परमेश्वर. കാണുന്ന ദൈവം. मुझे देखने वाला परमेश्वर. പറഞ്ഞാട്ടെ आप मुंह खोल के बोलो. എന്നെ കാണുന്ന ഒരു मुझे ദൈവമുണ്ട്. देखने वाला परमेश्वर. आमीन. എന്റെ സങ്കടം അറിയുന്ന ഒരു ദൈവമുണ്ട്. मेरे दुखों को जानने वाला परमेश्वर है. ഹമാ ശകമനെ, റംശൽ കമനെ.
ഹാഗാർ हजीरा ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഓടിയതാ കേട്ടോ. वो जीवन को समाप्त करने के लिए भागी. ദൈവം ഇടയ്ക്ക് ഇറങ്ങി വന്ന് ഇടപെട്ടിട്ട് പറഞ്ഞു, लेकिन परमेश्वर बीच में आके कहा, ഹാഗാർ നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമുണ്ട്. हजीरा तेरे जीवन में एक आशीष है. നിന്നെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. तुझे मैं देख रहा. आमीन. നിങ്ങൾക്കറിയാമോ കുറെ വർഷങ്ങൾക്ക് ശേഷം आपको पता है कुछ सालों के बाद അബ്രഹാം ഹാഗാറിനെ പറഞ്ഞു വിട്ട ശേഷം अब्राहम ने हजीरा को छोड़ने के बाद ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടക്കുകയാണ്. क्यों बर्शेबा का जो रेगिस्तान में चल रहा है. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. अभी क्या करना है पता नहीं. മരുഭൂമിയാ, बहुत गर्मी है. ആ മരുഭൂമിയിൽ उस रेगिस्तान में ഹാഗാറിന്റെ കണ്ണീരിനെ ദൈവം കണ്ടെന്ന്, हजीरा के आंसू को परमेश्वर ने ഇസ്മായിലിന്റെ देखा. നിലവിളി ദൈവം കേട്ടെന്ന്. उसके इस्माइल का पुकार को सुना. കണ്ണുനീര് കാണുന്നവനാ. वो आंसू को देखने പറഞ്ഞാട്ട് वाला അവൻ है. എൽ റോയി ആണ്. वो तेरे एल रोई അവൻ है. എൽ റോയി ആണ്. वो एल रोई है. ആ കണ്ണുനീര് കണ്ട ദൈവം वो आंसू को देखा ഹാഗാറിന് परमेश्वर വേണ്ടി ഇസ്മായിലിന് വേണ്ടി കരുതിയെന്ന്, कि आगार और हजीरा और इस्माइल എനിക്ക് के വേണ്ടി उसने നിനക്ക് प्रबंध വേണ്ടി किया. കരുതുമെന്ന്. मेरे लिए तुम्हारे लिए प्रबंध എന്നിട്ട് എന്ത് करेगा. ചെയ്തെന്ന്, ആരും അടയ്ക്കാത്ത ഒരു ഉറവ തുറന്നെന്ന് और कोई नहीं बंद कर सकते वैसा एक श्रोता को ദൂതൻ खोला. ഇറങ്ങിയിട്ട് പറയുക, स्वर्गदूत उतर के ദേ कहता ഒരു है, ഉറവ തുറക്കുക കേട്ടോ. देख एक श्रोता खोल रहा ഒരു हूं. ഉറവ കാണിച്ചു एक കൊടുത്തെന്ന്. श्रोता खोल बता के दिया. തുറന്നല്ല കാണിച്ചു കൊടുത്തെന്ന്. खोला नहीं बता के दिया. മറഞ്ഞിരിക്കുകയായിരുന്നു. उस അത് ढका हुआ था. വെളിപ്പെട്ടു വന്നെന്ന്. वो प्रकट होके आया. എന്താ കാരണം എന്നറിയാ? क्या देख रहे? പണ്ട് ഉദരത്തിൽ കിടന്നപ്പോഴേ കർത്താവ് പറഞ്ഞ ഞാൻ കരുതിക്കോളാന്ന്. जब पेट में था तभी परमेश्वर ने बोला मैं संभाल लूंगा. കരുതി നിന്നല്ല, आज नहीं. നീ ജനിക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി കരുതിയതാണ്. प्रबंध आज ने तेरा जन्म से पहले किया हुआ. അബ്രഹാമും ഇസ്ഹാക്കും മേളോട്ട് കയറുമ്പോൾ अब्राहम और इसहाक जब वो पहाड़ चढ़ रहा था, അപ്പുറത്തൂടെ ദൈവത്തിന്റെ കരുതൽ കയറി വരികയാ. उस बाजू से परमेश्वर का प्रबंध भी चढ़ रहा था. യഹോവ കരുതിക്കൊള്ളുമെന്ന്. परमेश्वर प्रबंध करेगा. അവൻ നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്നുണ്ട്. वो तुम्हारे लिए विचार करता है. കേൾക്കുന്ന ഈ വചനം कितने लोगों ने सुना ये वचन? ദൈവമക്കളെ, നിങ്ങളോട് പരിശുദ്ധമോടുന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്നെന്ന്. कि परमेश्वर के वचन परमेश्वर तुमसे कहते हैं कि परमेश्वर तुम्हारे लिए विचारित है. आमीन. വേദപുസ്തകം കരുതലിന്റെ ചരിത്രമാണ് നിറയുള്ളത്. कि परमेश्वर के वचन ने पूरा प्रबंध के बारे में लिखा है. ദൈവം തന്റെ ജനത്തിന് വേണ്ടി കരുതിയെന്ന്. कि परमेश्वर अपने लोगों के लिए संभाला. നമുക്ക് വേണ്ടി കരുതും. हमारे लिए प्रबंध करेगा. എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ. कि अनगिनत आशीष है. എത്ര പടി വചനം സ്വീകരിക്കും? कितने लोग वचन को स्वीकार ദൈവസന്നിധിയിൽ करेंगे? ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് आप जरा खड़े हो जाइए. അടുത്ത വാക്യങ്ങളിൽ പറയുന്നു, अगले आयत में कहता है, കർത്താവേ പകരം ഞാൻ എന്ത് നൽകും? परमेश्वर इसके बदले में क्या दूं? എന്റെ കാതുകൾ നിനക്കായി തുളയ്ക്കുന്നു. मेरे कानों को तेरे लिए खड्डे करता हूं. രണ്ടർത്ഥമുണ്ട്. उसका अर्थ है, ഒന്ന് വചനത്തിന് വേണ്ടി എന്റെ കാതുകളെ ഞാൻ തുറക്കുന്നു. एक वचन के मैं मेरे कानों को खोलता हूं. രണ്ടാമത്, दूसरा, ഹല്ലേലൂയ, കാത് തുളയ്ക്കപ്പെട്ട ദാസൻ എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞാൽ पुराने नियम इस प्रकार बोलते हैं कि कानों को खोदा हुआ दास. യജമാനന് വേണ്ടി ജീവിതകാലം മുഴുവൻ സമർപ്പിക്കപ്പെട്ട ദാസന. ഇനി വേർതിരിവില്ല. आमीन. आमीन. उसका अर्थ यह है कि मालिक के जीवन भर उसने समर्पित किया हुआ है, अभी छोड़ के नहीं जाएगा. കേട്ടോ, परमेश्वर आज मैं तेरा हूं. അവസാന ശ്വാസം യേശുവേ ഞാൻ നിന്റേതാണ്. हालेलुया. परमेश्वर मेरे अंतिम सांस तक यीशु मैं तेरे लिए जीऊंगा. ഞാൻ നിന്റേതാണ് കർത്താവേ. मैं तेरा हूं परमेश्वर. ഹല്ലേലൂയ. ഒരു യോഗ്യതയില്ലാത്ത എന്നെ നീ आमीन. തിരഞ്ഞെടുത്തു. हालेलुया. बिना योग्यता का मुझे നീ തിരഞ്ഞെടുത്തില്ല കർത്താവേ. तूने चुना परमेश्वर. നീ തിരഞ്ഞെടുത്തില്ല. तूने चुना परमेश्वर. അബ്രഹാം ഇസ്ഹാക്കിനെ ഈ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ अब्राहम जब इसहाक को बलि चढ़ाने ले गया, എല്ലാ വഴി ദൈവം അടച്ചു കേട്ടോ. ഇനി ഒരു ഓപ്ഷൻ ഇല്ല. सारा रास्ता परमेश्वर ने बंद किया. कोई പക്ഷെ അബ്രഹാമിന്റെ വിശ്വാസം ഇപ്പൊ വേറെ ലെവലില്ല. लेकिन अब्राहम का विश्वास एक दूसरा मंडल में था. പണ്ടത്തെ ലെവലല്ല. पहले का नहीं. മിസ്റ്റേക്ക് ചെയ്ത അന്നത്തെ വിശ്വാസമല്ല ഇന്ന്. कि मिस्टेक किया पहले का नहीं. ഇന്നൊരു ഉറപ്പുണ്ട്, इसको एक पक्का है, എന്റെ കർത്താവ് അത്ഭുതം ചെയ്യുന്നവൻ. मेरा परमेश्वर चमत्कार करेगा. ദൈവമക്കളെ, ആ ഉറപ്പുള്ളവരാണോ നിങ്ങൾ? क्या आप भी उस पक्का के साथ हैं? വിശ്വാസത്തോട് പറഞ്ഞാട്ടെ, विश्वास के साथ के എന്റെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. मेरा परमेश्वर असंभव कुछ भी नहीं है. എനിക്ക് വേണ്ടി അവനൊരു അത്ഭുതം ചെയ്യും. मेरे लिए चमत्कार करेगा. यहोवा इरे इरे इरे. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? क्या आपने वो गाना सुना है? തന്മക്കൾക്കായി ദൈവം കരുതും ഉന്നതമാ ആകുലമോ ഇനിയും യഹോവാ ഇരേ. परमेश्वर उसका बच्चों के लिए प्रबंध करेगा. पर ദൈവം അവന്റെ മക്കൾക്ക് വേണ്ടി കരുതും. മക്കൾക്കായി ദൈവം वो अपने बच्चों के लिए കരുതുന്നെന്ന്, ഉന്നതമായത് കരുതുന്നെന്ന്. वो उचित प्रबंध करता है. എനിക്കുള്ള ആഹാരം യഹോവായിരേ. मेरा जो भोजन है परमेश्वर इरे है. പാർപ്പിടവും വസ്ത്രവും യഹോവായിരേ. मेरा
जो वस्त्र है, मेरा जो घर है, वो भी यहोवा ईरे। എനിക്കുള്ള ആഹാരം യഹോവ ईरे, പാർപ്പിടവും വസ്ത്രവും യഹോവ ईरे। എനിക്കുള്ള ആഹാരം യഹോവ ईरे, പാർപ്പിടവും വസ്ത്രവും യഹോവ ईरे। യഹോവ ईरे, യഹോവ ईरे, തന്മക്കൾക്കായി ദൈവം കരുതുന്നുന്നതമായി ആകുലമോ ഇനിയും യഹോവ ईरे, യഹോവ ईरे, യഹോവ ईरे, യഹോവ ईरे, യഹോവ ईरे। എൻ ഹൃദയ സമാധാനം യഹോവ ईरे, എൻ ഭവന സർവനന്മകളും യഹോവ ईरे, എൻ ഹൃദയ സമാധാനം യഹോവ ईरे, എൻ ഭവന സർവനന്മകളും യഹോവ ईरे। തന്മകനായി ജീവിക്കും ഞാൻ, തൻ വഴിയെ നടക്കും ഞാൻ, തൻ വചനം ഘോഷിക്കും ഞാൻ യഹോവ ईरे, യഹോവ ईरे, യഹോവ ईरे, യഹോവ ईरे, യഹോവ ईरे। ഓ എനിക്കുള്ള ആഹാരം യഹോവ ईरे, പാർപ്പിടവും വസ്ത്രവും യഹോവ ईरे। എനിക്കുള്ള ആഹാരം യഹോവ ईरे, പാർപ്പിടവും വസ്ത്രവും യഹോവ ईरे। തൻ രൂപം എൻ വാഴ്വിലും തൻ സ്തുതികൾ എൻ നാവിലും നിരന്തരമായി സൂക്ഷിക്കും ഞാൻ യഹോവ ईरे, 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 യഹോവ ईरे। എൻ ഹൃദയ സമാധാനം യഹോവ ईरे, എൻ ഭവന സർവനന്മകളും യഹോവ ईरे, എൻ ഹൃദയ സമാധാനം യഹോവ ईरे, എൻ ഭവന സർവനന്മകളും യഹോവ ईरे। തന്മകനായി ജീവിക്കും ഞാൻ, തൻ വഴിയെ നടക്കും ഞാൻ, തൻ വചനം ഘോഷിക്കും ഞാൻ യഹോവ ईरे, 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 യഹോവ ईरे। जो उसने कहा है वो पूरा करेगा, और हम भी पाएंगे रब्बा। जो उसने कहा है वो पूरा
खुदा, रहोबोत का खुदा हमारे साथ, रहोबोत का खुदा, रहोबोत का खुदा, रहोबोत का खुदा हमारे साथ। हम फले फूलेंगे इस देश में, आशीषों के अधिकारी होंगे, हम दाएं बाएं फैलेंगे प्रभु के अनुग्रह से। हम फले फूलेंगे इस देश में, आशीषों के अधिकारी होंगे, हम दाएं बाएं फैलेंगे प्रभु के अनुग्रह से। जो उसने कहा है वो पूरा करेगा, और हम भी पाएंगे जो उसने कहा है वो पूरा करेगा, और हम भी पाएंगे रहोबोत। मत डर तेरी आशा फिर नहीं टूटेगी, मत घबरा तू फिर से लज्जित न होएगी। मत डर तेरी आशा फिर नहीं टूटेगी, मत घबरा तू फिर से लज्जित न होएगी। मेरी करुणा तुझसे कभी न हटेगी, मेरी वाचा तुझसे कभी न टलेगी। क्योंकि रहोबोत का खुदा हमारे साथ, जो उसने कहा है वो पूरा करेगा, और हम भी पाएंगे रहोबोत। Yes, Father, जो उसने कहा है वो पूरा करेगा, और हम भी पाएंगे रहोबोत। रहोबोत का खुदा, रहोबोत का खुदा, रहोबोत का खुदा हमारे साथ, रहोबोत का खुदा, रहोबोत का खुदा, रहोबोत का खुदा हमारे साथ। जो उसने कहा है वो पूरा करेगा, और हम भी पाएंगे रहोबोत। जो उसने कहा है वो पूरा करेगा, और हम भी पाएंगे रहोबोत। जो उसने कहा है वो पूरा करेगा, और हम भी पाएंगे रहोबोत, और हम भी पाएंगे रहोबोत। तालियां बजाकर प्रभु को धन्यवाद दीजिए, तालियां बजाकर। रहोबोत, रहोबोत, यहोवा यीरे, एल रोई, मुझे देखने वाला परमेश्वर, मुझे देखने वाला परमेश्वर, मेरे लिए प्रबंध करने वाला परमेश्वर, मेरे लिए प्रबंध करने वाला मेरे लिए परमेश्वर, एक रहोबोत बनाने वाला परमेश्वर, मेरे लिए एक रहोबोत बनाने वाला परमेश्वर, मेरे लिए जगह बनाने वाला परमेश्वर, मेरे लिए एक जगह बनाने वाला अभी परमेश्वर। बोल के स्वीकार करो। एल रोई, हालेलुया, हालेलुया। थैंक यू जीसस, थैंक यू जीसस। ये सिर झुका के प्रार्थना करेगा। आज सुबह इतना देर प्रभु के उपस्थिति में बैठ के प्रभु से पाने के लिए प्रभु ने मदद किया, इसके लिए धन्यवाद दीजिए। हालेलुया, हालेलुया। ദൈവ സന്നിധിയിൽ നമ്മൾ പ്രാപിക്കാൻ കിട്ടിയ ദൈവം നന്ദി പറയാം. समय बहुत अपने पास कम है, इसलिए जल्दी में प्रार्थना करके बेनेडिक्शन करना चाहता हूं, സമയം കുറേ വേഗത്തിൽ പ്രാർത്ഥിച്ച് ബെനഡിക്ഷൻ പറയാൻ लेकिन ആഗ്രഹിക്കുന്നു. उससे पहले അതിനു മുന്നേ अपना जो प्रवीण ब्रदर अपना बीच में
बपतिस्मा लेके कुछ समय अपना साथ में आराधना किया प्रवीण ब्रदर। പ്രവീൺ ബ്രദർ നമ്മുടെ മധ്യയിൽ നമ്മുടെ കൂടെ ബപ്തിസ്മ സ്നാനപ്പെട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. इस साल उसका रिटायरमेंट हो गया ഈ വർഷം പുള്ളിക്കാരൻ്റെ റിട്ടയർമെന്റ് ആയി. और उन्होंने निर्णय लिया परमेश्वर का सेवा करने के लिए। പുള്ളിക്കാരൻ ഡിസിഷൻ എടുത്തു ദൈവവേല ചെയ്യാനായിട്ട്. विनोद पास्टर के साथ में पूना में जाके उधर जो सेवकाई हो रहे उस जो सेवकाई में साथ में सेवा करने के लिए जाने का निर्णय उन्होंने लिया। പൂനെയിൽ വിനോദ് പാസ്റ്ററിന്റെ കൂടെ ശുശ്രൂഷയില് പുള്ളിക്കാരന്റെ കൂടെ ആയിരിക്കാൻ പുള്ളിക്കാരൻ തീരുമാനമെടുത്തു. और मुझे आज सुबह आके कहा पास्टर ऐसे मैं पूना जा रहा हूँ, എന്നോട് രാവിലെ ज्यादा വന്ന് अभी പറഞ്ഞു रहेगा। ഞാൻ പൂനെ പോവാന്ന്. मैं बोला कलीसिया में प्रार्थना करके हम भेजेगा। ഞാൻ പാസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിച്ചു വിടാമെന്ന്. विनोद ब्रदर प्रवीण ब्रदर आगे आ जाइए, प्रवीण ब्रदर आगे आ जाइए। हालेलुया। हम इस प्रिय भाई के लिए प्रार्थना कर दीजिए। നമുക്ക് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. अपना बीच में कलीसिया में प्रभु ने लेके आया। നമ്മുടെ മധ്യ ഈ സഭയിൽ ദൈവം अभी കൊണ്ടുവന്നു. परमेश्वर का सेवा के लिए वो जा रहे, परमेश्वर का ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുക. परमेश्वर का सेवा के लिए वो जा रहे। ദൈവത്തിന്റെ कलीसिया पूरा कलीसिया इनके और हाथ बढ़ा के प्रार्थना സഭ कर। മൊത്തം ഇവർക്ക് കൈ നീട്ടി പ്രാർത്ഥിക്കും. विनोद पास्टर का सेवकाई आप लोग जानते हैं, ഈ വിനോദ് പാസ്റ്റർ ശിശു നിങ്ങൾക്ക് അറിയാം. वैसे टूटे हुए लोगों का बीच में वो सेवकाई कर रहे हैं। ഒരു തകർന്ന വ്യക്തി ആൾക്കാരുടെ മേൽ ट्रांसजेंडर, सेक्स वर्कर्स एंड पीपल, ऐसे लोग जो जिसके लिए कोई नहीं है, वैसे लोगों के लिए विनोद पास्टर सेवकाई कर रहे हैं। ആരുമില്ലാത്തവർക്ക് വേണ്ടി പുള്ളിക്കാരൻ ശുശ്രൂഷ और अपना ചെയ്യുന്നത്. प्रिय भाई प्रवीण ब्रदर भी उस सेवकाई में शामिल होने का निर्णय लिया। ഈ പ്രവീൺ ബ്രദർ ആ ശുശ്രൂഷയിലോട്ട് കൈ താങ്ങാൻ साथ में प्रभु हम साथ में कलीसिया अपन इस प्रिय भाई को प्रार्थना करके आशीषित करते प्रभु जी, प्रत्येक रूप में प्रभु जी उन्होंने उनका दिल के अंदर आपका नाम का महिमा के लिए खड़ा होने का निर्णय लिया। हम जानते प्रभु जी आपने उसका निर्णय को हालेलुया स्वीकार करके उनका जीवन का हर मंडलियों को आपने आशीषित करेगा। कलीसिया में इतना दिन तक आपका बच्चा भी अपने साथ में आराधना किया, उसी कारण से कलीसिया पिता और पुत्र पवित्र आत्मा का नाम है आशीषित करके उनको बुलाए और सेवकाई के लिए अलग करके भेजते। प्रभु जी आशीषित कर दीजिए, आशीषित कर दीजिए। पवित्र आत्मा का बहुत बड़ा भरपूरी, बहुत बड़ा सामर्थ्य इसी वक्त हम शखमन रमशल कमना हदले रमशल कमना इसी सामर्थ्य के साथ में, इसी अभिषेक के साथ में हम आपका बच्चा को उस सेवकाई के अलग करके भेज रहे हूं। आपने उनको उपयोग करने वाला है और बहुत प्रतिफल देने वाला है, इसके लिए धन्यवाद, स्तुति महिमा आदर आपको यीशु मसीह के पवित्र नाम है, आमीन। प्रभु आशीषित करेगा ब्रदर, गॉड ब्लेस यू। साथ में हम प्रार्थना करेगा, साथ में प्रार्थना करेगा। अलम ब्रदर छोटा सा प्रार्थना कर दीजिए। प्रार्थना सुनो, उसके लिए धन्यवाद दीजिए। हालेलुया हालेलुया हालेलुया। पिता और पुत्र पवित्र आत्मा का आशीष और सहायता जिंदगी के आखिरी दिन तक हमेशा अपने साथ में बने रहेंगे, आमीन। बोलो प्रभु यीशु मसीह की हालेलुया हालेलुया। सबको आशीषित करेगा। गॉड ब्लेस यू ऑल। खाना सबके लिए